വീണ്ടും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കണം, മഴയുണ്ട്, വീണ്ടും ശക്തമായ മഴയാണ്. പ്രത്യേകിച്ച് മലയോര ജില്ലകളിൽ കാര്യമായി തന്നെ മഴയുണ്ട്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും വയനാട്ടിലും തൃശ്ശൂരിലുമൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് വിശദമായി തന്നെ ആ വാർത്തകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴ. വയനാട്ടിൽ പുന്നപ്പുഴയും കല്ലൂർ പുഴയും കരകവിഞ്ഞു. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കി, വയനാട്, തൃശൂർ ജില്ലകളിലും കോതമംഗലം, ഇരിട്ടി താലൂക്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. നിലമ്പൂരിൽ കാട്ടാന ചവിട്ടിക്കൊന്ന ആദിവാസി യുവാവിന്റെ മൃതദേഹം ഉച്ചയ്ക്ക് മുൻപ് വനത്തിന് പുറത്തെത്തിക്കും. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം. മൃതദേഹം കൊണ്ടുവരാൻ പോകുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട രക്ഷാസേന ഉദ്യോഗസ്ഥരെ രാത്രി വൈകി തിരിച്ചെത്തിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ഗുരുതരമായി തുടരുന്നുവെന്ന് SUT ആശുപത്രി. രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. നിലമ്പൂരിൽ സ്വരാജ് തോറ്റത് ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല എന്ന വിലയിരുത്തലിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. കൂടുതൽ ചർച്ചകൾ ഇന്നത്തെയും നാളത്തെയും സംസ്ഥാന സമിതിയിൽ. MV ഗോവിന്ദൻ നടത്തിയ RSS കൂട്ടുകെട്ട് പരാമർശം വിഷയമാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും അജണ്ടയിൽ. ഭാരതാംബ ചിത്രത്തെ ചൊല്ലി സർക്കാർ ഗവർണർ വിവാദം കനക്കുന്നു. സർക്കാർ പരിപാടികളിൽ ഭാരതാംബ ചിത്രം ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി കത്ത് നൽകും. ഏറ്റുമുട്ടലിനില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഒത്തുതീർപ്പായി എന്നല്ല അർത്ഥമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കാൻ നിർണായക UPSC യോഗം ഡൽഹിയിൽ. 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. MR അജിത് കുമാറിനെ പരിഗണിക്കുമോ എന്നത് നിർണായകം. ചീഫ് സെക്രട്ടറി ജയതിലകും പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബും പങ്കെടുക്കും. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള റിലീസിംഗിൽ അനിശ്ചിതത്വം തുടരുന്നു. സെൻസർ ബോർഡ് റിവ്യൂ ഇന്ന്. നിർമ്മാതാക്കളുടെ ഹർജി ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. വാർത്തകളിലേക്ക് വിശദമായി തന്നെ പോകാം. സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. ഇന്ന് വയനാട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കി, വയനാട്, തൃശൂർ, എറണാകുളം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ഇരിട്ടി, കോതമംഗലം താലൂക്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. വയനാട്ടിലും ഇടുക്കിയിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ബത്തേരി, കല്ലൂർ പുഴ കരകവിഞ്ഞു. പുഴങ്കുനി ഉന്നതിയിൽ വെള്ളം കയറി. കോഴിക്കോട് മലയോര മേഖലകളിലും ശക്തമായ മഴയാണ്. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു. വിവരങ്ങളുമായി വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ആയിഷത്തുൽ ഷംന ന്യൂസ് ഡെസ്കിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകും. ഒപ്പം ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസും VK സ്റ്റാലിനുമുണ്ട്. ഷംന, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണുള്ളത്? ഏതൊക്കെ മേഖലകളിലായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാവുക? എന്തൊക്കെയാണ് പൊതുവായ വിവരങ്ങൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. അടുത്ത ഒരാഴ്ച കൂടി മഴ ശക്തമാകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. ഇന്നെന്തായാലും 3 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട്. നിലവിൽ നാളെ അതിശക്തമായ മഴ മുന്നറിയിപ്പൊന്നും ഇല്ലെങ്കിൽ പോലും നാളെയും മറ്റന്നാളും ഒക്കെ യെല്ലോ അലേർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകാൻ കാരണം. ഒപ്പം തന്നെ ഈ പടിഞ്ഞാറൻ തീരത്തിന് മുകളിലും ഒപ്പം ഒഡീഷ തീരത്തിന് മുകളിലും ഒക്കെ ഇപ്പോൾ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അത് വൈകിട്ടോടുകൂടി ന്യൂനമർദ്ദമായി മാറും. ഇതോടുകൂടി ഇന്ന് വൈകിട്ടോടുകൂടി മഴ അതിശക്തമാകും എന്നാണ് മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ കാറ്റ് അത് മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതായത് ഈ കാലവർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് അതിശക്തമായ കാറ്റും മഴയും ലഭിച്ചിരുന്നു. അതുപോലെ ഇന്ന് വൈകിട്ടോടുകൂടി ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതോടുകൂടി വീണ്ടും അതിശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ
ദിവസങ്ങളിലായി ഇടുക്കി മൂന്നാർ മേഖലയിലൊക്കെ രാത്രികാല യാത്രകൾക്ക് നിരോധനമുണ്ടായിരുന്നു. അത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നദികളിലൊക്കെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതുകൊണ്ട് തന്നെ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അങ്ങനെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നു, ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും അടുത്ത ഒരാഴ്ചത്തേക്ക് കൂടി മഴയുണ്ടാകും. ഇന്നത്തെ ഒരു അലർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ ഓറഞ്ച് അലർട്ട് ഉള്ളത് ഇടുക്കി ജില്ലയ്ക്ക്, ഒപ്പം മലപ്പുറം, മറ്റൊന്ന് വയനാട്. ഈ 3 ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ടുമാണ്. ഇന്നും നാളെയും യെല്ലോ അലർട്ടുകൾ നിലനിൽക്കും. ഒപ്പം തന്നെ അടുത്ത ഒരാഴ്ച മഴയുണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ശ്രീജ, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ കാറ്റിനും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് എന്ന നിർദ്ദേശം കൂടി, മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ നൽകുന്നുണ്ട്. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസും VK സ്റ്റാലിനും കൂടി ചേരുന്നുണ്ട്. പ്രിൻസ്, ഇന്നിപ്പോൾ ഇടുക്കിയിൽ അവധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ മുതൽക്ക് എന്താണ് അവസ്ഥ? ശക്തമായ മഴയുണ്ടോ? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ രാത്രിയിൽ തന്നെ ശക്തിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത്. കഴിഞ്ഞ രാത്രി വലിയ മഴയായിരുന്നു ഇടുക്കിയിൽ. ആ ഒരു മഴ തുടരുന്ന സാഹചര്യം ഇടയ്ക്കിടയ്ക്ക് അല്പം ഒരു തോർച്ചയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും പൂർണ്ണമായും മാറുന്ന ഒരു അവസ്ഥയില്ല. മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം അണക്കെട്ടുകളിലേക്കൊക്കെയുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നു. ഒപ്പം ചില സ്കൂളുകൾക്കെല്ലാം അവധിയാണ്. അതോടൊപ്പം തന്നെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ രാത്രികാലത്തും പകൽ സമയത്തും യാത്ര ഇന്നത്തേക്ക് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അപ്പം രാത്രികാല യാത്രകൾ, ഹൈറേഞ്ചിലേക്കുള്ള രാത്രികാല യാത്രകൾക്കൊക്കെ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സാഹസിക വിനോദസഞ്ചാര ആക്ടിവിറ്റികൾക്ക്, പ്രത്യേകിച്ചും ജലവിനോദങ്ങൾക്കെല്ലാം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ തുടങ്ങാനുള്ള നടപടികളൊക്കെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം ചെറുകിട അണക്കെട്ടുകളായ ലോവർ പെരിയാർ, പൊന്മുടി, കല്ലാർകുട്ടിയിൽ നിന്ന് ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടരുകയാണ്. ഈ 3 ഡാമുകളിൽ ഇപ്പോൾ നിലവിൽ വെള്ളം ഒഴുകുന്നുണ്ട്. ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും ശക്തമായി തുടരുന്നുണ്ട്. ഇടുക്കിയിലെ മുല്ലപ്പെരിയാറിലെ നിലവിൽ അനുവദനീയമായ ഉൾക്കറവ് പ്രകാരം അനുവദനീയമായ ജലനിരപ്പ് 136 അടിയാണ്. ഈ ജലനിരപ്പിലേക്ക് വെള്ളം എത്തുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ രാത്രി തന്നെ 133 അടി പിന്നിട്ടു. ഇപ്പോൾ ഏകദേശം 134 അടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ അവസ്ഥ തുടർന്ന് 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയാൽ വെള്ളം സ്പിൽവേ ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്ക് എടുക്കുന്ന, പെരിയാറിലേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നിലവിൽ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതിൽ അധികമായി വെള്ളം മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ തേക്കടി തടാകത്തിലും പെരിയാർ വനമേഖലയിലുമൊക്കെ വലിയ തോതിൽ വെള്ളം ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് അതിശക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ മഴ തുടരുകയാണെങ്കിൽ വരും മണിക്കൂറുകളിലെ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ മുല്ലപ്പെരിയാറിന്റെ സ്പിൽവേ ഷട്ടറുകളിലൂടെ വെള്ളം പുറത്തേക്ക് എടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അത് ഇടുക്കിയിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. എന്തായാലും ജില്ലാ ഭരണകൂടം കനത്ത ജാഗ്രതയിലാണ്. മുല്ലപ്പെരിയാർ അടക്കമുള്ള അണക്കെട്ടുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിരിക്കേണ്ട മുൻകരുതലുകളൊക്കെ സ്വീകരിക്കുമെന്നാണ് അറിയാത്തത്. ഒപ്പം മേഖലയിലുള്ള നാട്ടുകാർക്കൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അണക്കെട്ട് സ്പിൽവേയിലൂടെ വെള്ളം ഒഴുക്കിയപ്പോൾ വണ്ടിപ്പെരിയാർ, വള്ളക്കടവ്, മഞ്ചമല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും പെരിയാർ നദിയോട് ചേർന്ന് നദിയുടെ ആറ്റോരത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകളിലൊക്കെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ മഴ ശക്തമായി തുടരുന്ന ഒരവസ്ഥ ഉള്ളതിനാൽ വരും മണിക്കൂറുകൾ തന്നെ നിലവിലെ റൂൾ പ്രകാരമുള്ള പരമാവധി സംഭരണശേഷിയിലേക്ക് വെള്ളം എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. ശരി, VK സ്റ്റാലിൻ കൂടി ഇടുക്കിയുടെ മറ്റൊരു ഭാഗത്തുനിന്ന്. സ്റ്റാലിൻ, ഇതിപ്പോൾ അണക്കെട്ടുകളിലൊക്കെ ഈ നീരൊഴുക്ക് കാര്യമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്, അവധിയുണ്ട്. ഇടുക്കിയുടെ എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ മഴയുണ്ടോ, അതോ ഏതെങ്കിലും പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ മഴ പെയ്യുന്ന സാഹചര്യമാണോ? ശ്രീജ, തീർച്ചയായും മഴ എല്ലാ സ്ഥലങ്ങളിലും മഴ ഒരുപോലെ തന്നെ ശക്തമായി തന്നെ തുടരുകയാണ്. ഹൈറേഞ്ചിലെ എല്ലാ മേഖലയിലും കനത്ത മഴയാണ്. കഴിഞ്ഞ രാത്രിയിലും അതുപോലെ തന്നെ ഇന്ന് പുലർച്ചെയും എല്ലാം വളരെ ശക്തമായ മഴ തുടരുകയാണ്. പുഴകളിലെല്ലാം നീരൊഴുക്ക്, പ്രത്യേകിച്ചും പെരിയാർ, ചിന്നാർ, മുതിരപ്പുഴയാർ തുടങ്ങിയിട്ടുള്ള പുഴകളിലെല്ലാം നീരൊഴുക്ക് വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ കല്ലാർകുട്ടി ഡാം, ലോവർ പെരിയാർ ഡാം, പൊന്മുടി ഡാമുകളിലെല്ലാം ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ടിലേക്കുള്ള ജലനിരപ്പും കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്.
2354 അടിയിലേക്ക് അണക്കെട്ടിലെ ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. അതേപോലെ മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റും ജില്ലയിലെ എല്ലാ മേഖലകളിലും ശക്തമായ കാറ്റുമുണ്ട്. ഇടുക്കി മാങ്കുളത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് റോഡ് ഒലിച്ചുപോയ ഒരു സാഹചര്യമുണ്ട്. മഴയെ തുടർന്ന് മാങ്കുളം പാമ്പുംകയം എന്ന സ്ഥലത്ത് താളുങ്കണ്ടത്താണ് റോഡ് ഒലിച്ചുപോയത്. അതുപോലെ തന്നെ ശക്തമായ കാറ്റില് മരം വീഴ്ച എല്ലാ മേഖലയിലുമുണ്ട്. എന്തായാലും കാലാവസ്ഥയിൽ വലിയ ജാഗ്രത പാലിക്കണം എന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങളുണ്ട്. അതേപോലെ രാത്രി യാത്രകൾക്കെല്ലാം ജാഗ്രത പാലിക്കാനായിട്ട് ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. അതുപോലെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഉൾപ്പെടെ പ്രത്യേകിച്ചും നേര്യമംഗലം മുതൽ അടിമാലി വാളറ മേഖല അവിടെ വനത്തിൽ കൂടെയുള്ള ഭാഗമാണ് ഇവിടെയെല്ലാം യാത്രകൾക്കെല്ലാം പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും കനത്ത മഴയും അതുപോലെ തന്നെ കാറ്റും ജില്ലയിലെമ്പാടും തുടരുകയാണ്. ശ്രീജ. ശരി, സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. ഷംനയിലേക്ക് ഒരിക്കൽ കൂടി. ഷംന, ഈ വയനാടിൻ്റെ കാര്യത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തന്നെ പുന്നപ്പുഴ അസാധാരണമായി കലങ്ങി മറിഞ്ഞു വരുന്നതൊക്കെ കണ്ടപ്പോൾ ഒരാശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഈ ചൂരൽമലയിലെ ദുരന്തത്തിന് ശേഷം അത്തരം കാഴ്ചകളൊക്കെ ആ നാട്ടുകാരെ വലിയ രീതിയിൽ പേടിപ്പിക്കുന്നുമുണ്ട്. ഇന്നിപ്പോൾ കല്ലൂപ്പുഴയിലും സമാനമാണ് സ്ഥിതി, കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. വടക്കൻ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകമായ മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? ശ്രീജ, ഇത്തവണത്തെ കാലവർഷം തുടങ്ങിയത് തന്നെ ആദ്യം വടക്കൻ കേരളത്തിലാണ്. സാധാരണഗതിയിൽ തെക്കൻ കേരളത്തിൽ ആദ്യം കാലവർഷം എത്തി, അതിനുശേഷം സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ആദ്യം എത്തിയത് വടക്കൻ കേരളത്തിലാണ്. അന്ന് മുതൽ തന്നെ വടക്കൻ കേരളത്തിന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന്. കാരണം കൂടുതലായി മഴ ലഭിക്കുന്നത് വടക്കൻ കേരളത്തിലായിരുന്നു. പ്രത്യേകിച്ച് വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പായിരുന്നു ആദ്യത്തെ പല ദിവസങ്ങളിലും നൽകിയിരുന്നതും. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പെയ്ത മഴയിൽ വലിയ രീതിയിലുള്ള ജലനിരപ്പ് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് വയനാട് മേഖലകളിലൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനമൊട്ടാകെ നദീതീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വടക്കൻ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ചും വയനാട് ജില്ലകൾക്കൊക്കെ ഈ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ചാലിയാർ പുഴ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസിയുടെ മൃതദേഹം കടത്തുമ്പോൾ ചാലിയാർ പുഴയിൽ കുടുങ്ങിയ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വടക്കൻ കേരളത്തിൽ വയനാട് ജില്ലകളിലൊക്കെ നദീതീരത്തിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നിലവിൽ ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ കൂടി അതിശക്തമായ മഴ തന്നെയാണ് ലഭിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഓറഞ്ച് അലേർട്ട് ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന മഴയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്നതിൽ ഈ അലേർട്ടുകളിൽ മാറ്റമുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വയനാട് ജില്ല ഒപ്പം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നൊരു അറിയിപ്പ് കൂടിയുണ്ട്. എന്തായാലും അലേർട്ടുകളുടെ കാര്യം അങ്ങനെയാണ്. ഒപ്പം ഇന്ന് അവധികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഇടുക്കി, തൃശ്ശൂർ, വയനാട് ജില്ലകൾക്കും ഒപ്പം തന്നെ കോതമംഗലം, ഇരിട്ടി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധിയുള്ളത്. പക്ഷേ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. അതായത് +2 SSLC പരീക്ഷകളുടെയൊക്കെ സേ പരീക്ഷയും ഒപ്പം ഇംപ്രൂവ്മെന്റ് പരീക്ഷയൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. അതിനൊന്നും മാറ്റമില്ല എന്നുകൂടി മുന്നറിയിപ്പുണ്ട്. എന്തായാലും ഈ നദികളിലെ ജലം ക്രമാതീതമായി ഉയരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതും ജാഗ്രതാ നിർദ്ദേശമുള്ളതും. ശ്രീജ. ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴയുടെ മുന്നറിയിപ്പുണ്ട്. പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി ജില്ലകളിലൊക്കെ കാര്യമായി തന്നെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയിലും വയനാട്ടിലും തൃശ്ശൂരിലുമൊക്കെ സ്കൂളുകൾക്ക് അവധിയാണ്. വളരെ ശ്രദ്ധയോടെ, പ്രത്യേകിച്ച് മലയോര മേഖലയിലും ഈ പുഴയുടെ തീരത്തൊക്കെ നോഗോ സോണുകളിലേക്ക് പോകാതിരിക്കാൻ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തരുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ മറ്റ് വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാന പോലീസ് മേധാവിയെ കണ്ടെത്താൻ നിർണായകമായ UPSCയുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറിയും നിലവിലെ പോലീസ് മേധാവിയും യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിന് ശേഷം 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി സംസ്ഥാനത്തിന് കൈമാറും. MR അജിത് കുമാറിനെ ഉൾപ്പെടുത്തുമോ എന്നത് നിർണായകമാണ്. 6 പേരുടെ പട്ടികയാണ് സംസ്ഥാനം കൈമാറിയത്. നിതിൻ അഗർവാൾ, രവട ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്,
MR അജിത് കുമാർ എന്നിവരാണ് സംസ്ഥാനം കൈമാറിയ പട്ടികയിലുള്ളത്. ഈ മാസം 30-നാണ് നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നത്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന VSന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഇതിപ്പോൾ 3-ാമത്തെ ദിവസം കഴിഞ്ഞു VS ICUവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്റർ സഹായത്തോടെ തന്നെ കഴിയാൻ തുടങ്ങിയിട്ട്. ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ കിട്ടുന്നുണ്ടോ? അരുൺ, കേൾക്കാമോ? ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 3 ദിവസമായി അദ്ദേഹം വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് അദ്ദേഹം ശ്വാസം നിലനിർത്തുന്നതും. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി മെഡിക്കൽ ബോർഡ് വീണ്ടും യോഗം ചേർന്ന് VSന്റെ ആരോഗ്യനില വിലയിരുത്തും. മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തിറക്കിയേക്കും. ഏതായാലും അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം തുടരുന്നു. പക്ഷേ അദ്ദേഹത്തെ ആശുപത്രിയിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് അത്ര ഗുരുതരമല്ല ആരോഗ്യസ്ഥിതി എന്നാണ് ഡോക്ടർമാർ പൊതുവിൽ പറഞ്ഞത്. പക്ഷേ അല്പം പോലും അത് മെച്ചപ്പെട്ടിട്ടില്ല എന്നാണ് ആശങ്കയുണ്ടാക്കുന്നത്. ഇന്നലെയും CPM നേതാക്കളടക്കം അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു. പരമാവധി ചികിത്സ അദ്ദേഹം നൽകുന്നുണ്ട്. 102 വയസ്സാകുന്നു VSന് അടുത്ത 2 മാസങ്ങൾക്കപ്പുറം. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിലുള്ള ആൾക്ക് ഇത്തരമൊരു ആരോഗ്യാവസ്ഥ വരുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ ആശങ്കകളും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിലുമുണ്ട്. അത് മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം. VV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും വെല്ലുവിളിച്ച് ശശി തരൂർ. കഴിഞ്ഞ ദിവസം തരൂർ പങ്കുവച്ച ട്വീറ്റാണിപ്പോൾ പുതിയ വിവാദത്തിന് കാരണം. ആകാശം ആരുടെയും സ്വന്തമല്ലെന്നും പറക്കാൻ അനുമതി ചോദിക്കേണ്ടതില്ല എന്നുമുള്ള വാക്കുകൾ ഒരു പക്ഷിയുടെ ചിത്രത്തോടൊപ്പം പങ്കുവെക്കുകയായിരുന്നു ശശി തരൂർ. തരൂർ പാർട്ടി വിട്ടേക്കുമെന്ന സൂചനകളൊക്കെ നിലനിൽക്കുന്നതിനിടെയാണ് ചിത്രം പങ്കുവച്ചത്. ചില ആളുകൾക്ക് മോദിയാണ് പ്രധാനമെന്നായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു. കിരൺ, ഇന്നലെ വിദേശത്ത് വെച്ച് ശശി തരൂർ താൻ ഒരിക്കലും BJPയിലേക്ക് പോകില്ല എന്ന് ആവർത്തിച്ച് വൈകുന്നേരമാകുമ്പോഴേക്കുമാണ് ഇങ്ങനെയൊരു ക്രിപ്റ്റിക് പോസ്റ്റ്, നിഗൂഢമായ ഒരു പോസ്റ്റ് തരൂരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിന് പ്രകോപനമായി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ചില പ്രതികരണങ്ങളുണ്ട്. താൻ അത്ര ഇംഗ്ലീഷൊന്നും വശമില്ലാത്ത ആളായതിനാൽ തരൂർ പറയുന്നത് തനിക്ക് മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ പരിഹസിച്ചുകൊണ്ടാണ് ഇന്നലെ തരൂരിനെ കോൺഗ്രസ് ദേശീയ നേതൃത്വം നേരിടുന്നത്. അതായത് തരൂർ പുറത്തേക്കുള്ള വഴിയിലേക്ക് തന്നെയാണോ? ശ്രീജ, അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ തരൂരും കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ടുള്ള തർക്കം എന്തായാലും അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. തരൂർ വീണ്ടും വെല്ലുവിളികൾ ഉയർത്തുകയാണ്. കോൺഗ്രസ് ഒരു നടപടി എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ശശി തരൂർ നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് മറിച്ചൊരു നിലപാടിലാണ്. അങ്ങനെ ഒരു നടപടി എടുത്ത ശേഷം തരൂരിനെ അതൊരു കാരണമാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊന്നും നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ള നിലപാടുകൾ തന്നെയാണ്. പക്ഷേ ആവർത്തിച്ച് വീണ്ടും തരൂർ അത്തരം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത്തവണയും പ്രധാനമന്ത്രി നിർദ്ദേശപ്രകാരം വിദേശത്തേക്ക് പോകുമ്പോൾ പാർട്ടി അറിയിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ മറ്റെല്ലാ MPമാരും ചെയ്യുന്നത്, അതുപോലും ചെയ്യാതെയാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ വിദേശത്തേക്ക് പോയത്. തരൂരിന്റെ നിലപാട് എനിക്ക് പാർട്ടിയേക്കാൾ വലുത് രാജ്യമാണ്, അതുകൊണ്ട് രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള നിലപാട് തരൂർ ആവർത്തിക്കുകയായിരുന്നു. തരൂർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് നടപടി നേരിടേണ്ടി വന്നു എന്നുള്ള ഒരു രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു രാഷ്ട്രീയ തന്ത്രമാണ് തരൂർ പയറ്റുന്നതെങ്കിൽ ഒരു കാരണവശാലും അതിന്റെ പേരിൽ നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവഗണിച്ച് മാറ്റുക, അല്ലെങ്കിൽ തരൂരിനെതിരെ ഇത്തരം ആരോപണങ്ങൾ തിരിച്ചുന്നയിക്കുക എന്നതിനപ്പുറത്തേക്ക് തരൂരിനെതിരെ നടപടി എടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ തരൂരിന്റെ എനിക്ക് രാജ്യമാണ് വലുത്, രണ്ടാമതാണ് പാർട്ടി എന്ന് ചോദിച്ച ചോദ്യത്തിന് നൽകിയ മറുപടി ഞങ്ങൾക്ക് കോൺഗ്രസിന് രാജ്യമാണ് വലുത്, പക്ഷേ ചിലർക്ക് മോദിയാണ് വലുത് എന്നുള്ള മറുപടിയാണ് നൽകിയത്. ഈ ഭാഷാ പ്രയോഗത്തെക്കുറിച്ചും നേരത്തെ അദ്ദേഹം പറഞ്ഞു, നല്ല രീതിയിൽ തരൂരിന് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിൽ എടുത്തത് എന്നതുകൂടി പറഞ്ഞു. അല്ലാതെ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയും എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും
വിധത്തിലുള്ള സംഭാവനകൾ തരൂരിനില്ല എന്നുള്ള ഒരു പരോക്ഷമായ വ്യാഖ്യാനം കൂടി അല്ലെങ്കിൽ ഒരു പരിഹാസം കൂടി അതിൽ ഉണ്ട്. തരൂർ ഇന്നലെ നൽകിയിരിക്കുന്നത് ഇതുവരെയും പാർട്ടിയിൽ നിന്ന് പോകില്ല, BJP-യിലേക്ക് പോകില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരാൾ കൂടിയാണ്. പലപ്പോഴും തരൂർ ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കുകയും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ തരൂർ BJP-യിലേക്ക് പോകുന്നു എന്ന മട്ടിലൊക്കെ വാർത്തകൾ വരാറുണ്ട്. ആ ഘട്ടത്തിലൊക്കെ തരൂർ ഞാൻ BJP-യിലേക്ക് പോകുന്നില്ല എന്ന മട്ടിൽ വാർത്ത തിരിച്ചു മറുപടി നൽകാറുണ്ട്. കഴിഞ്ഞ ദിവസവും അത്തരം മറുപടി നൽകിയിരുന്നു. പക്ഷേ ഇന്നലെ പങ്കുവച്ച ഒരു സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു ഒടിഞ്ഞ കൊമ്പിന്റെ തുമ്പത്ത് ഒരു ചെറിയ കിളിയിരിക്കുന്നു. അപ്പോൾ പറക്കാൻ ആരുടെയും അനുവാദം ചോദിക്കേണ്ടതില്ല, ആകാശം ആരുടെയും സ്വന്തമല്ല എന്നാണ് ഇതിന് പറയുന്ന ഉത്തരം. അപ്പോൾ സ്വാഭാവികമായും ഇത് ഒരു കൊമ്പിൽ നിന്ന് ഇപ്പോൾ ഇരിക്കുന്ന കൊമ്പ് ഒടിഞ്ഞ കൊമ്പാണ് എന്നൊരു സൂചന കൂടി വേണമെങ്കിൽ നൽകാം. അങ്ങനെ ഏത് തരത്തിലും വ്യാഖ്യാനങ്ങൾ നൽകാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയമായ ഒരു ബന്ധമൊന്നുമില്ല, ഞാൻ പൊതുവായ ഒരു തത്വം പറഞ്ഞാണെന്ന് തരൂരിന് നാളെ പറഞ്ഞ് ഒഴിയുകയും ഒക്കെ ചെയ്യാം. പക്ഷേ തരൂർ ബോധപൂർവമായി തന്നെ അത്തരം പ്രകോപനം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം പക്ഷേ പക്വമായിട്ട് അല്ലെങ്കിൽ അതിനെ തന്ത്രപൂർവ്വമുള്ള ഇടപെടലാണ്. അതിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കുന്നതിലൊക്കെ ശശി തരൂരിന് ഒരു വിശദീകരണം ചോദിക്കാനും ശശി തരൂരിൻ്റെ മറുപടി വാങ്ങാനും അത്തരം കാര്യത്തിലേക്ക് കടക്കുന്നതിനപ്പുറത്തേക്ക് അതിനെ അവഗണിച്ച് തള്ളുക എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ വിഷയത്തിലെ നിലപാട്, സംസ്ഥാന നേതൃത്വം ഏതാണ്ട് തരൂരിനെതിരെയുള്ള പ്രതികരണങ്ങളൊക്കെ നിർത്തിയ മട്ടാണ്. ഇനി ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്ത് നടപടി വേണമെങ്കിൽ എടുത്തോട്ടെ എന്നൊരു രീതിയിലേക്കാണ് പോകുന്നത്. തരൂരും ഒരു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ തനിക്ക് പാർട്ടിയുമായി അകൽച്ചയുണ്ടെന്ന് തുറന്ന് പ്രസ്താവിക്കുന്നതിലൂടെ ആ ഒരു അകൽച്ച ഏതാണ്ട് പൂർണ്ണമായി ഒരു സംവാദം അല്ലെങ്കിൽ ഒരു റീകൺസിലിയേഷൻ സാധ്യമല്ലാത്ത വിധത്തിൽ രണ്ട് വശങ്ങളിലേക്ക് പാർട്ടിയും തരൂരും നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീജ, നേരത്തെ ശശി തരൂർ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിലൊക്കെ കേരളത്തിലെ മഹാഭൂരിപക്ഷം പേരും AICCയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി മല്ലികാർജ്ജുൻ ഖർഗെക്കൊപ്പമായിരുന്നെങ്കിൽ പോലും മനസ്സുകൊണ്ടൊക്കെ തരൂരിനൊപ്പം നിന്ന നിരവധി പേർ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കളെങ്കിലും അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും തരൂരിനൊപ്പം നിന്ന നേതാക്കൾ MK രാഘവനെ പോലുള്ള നേതാക്കളൊക്കെ തരൂരിനൊപ്പം നിന്നു. അപ്പുറത്ത് നിൽക്കുമ്പോൾ പോലും ഒരു വിഭാഗം നേതാക്കളൊക്കെ തരൂരിനെ പോലെ ഒരാൾ അധ്യക്ഷനാവട്ടെ, അത് നല്ലതല്ലേ എന്നുള്ള നിലപാടൊക്കെ സ്വീകരിച്ച ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിലെ നേതാക്കളുടെ ഒരു വിഭാഗത്തിൻ്റെങ്കിലും മാനസിക പിന്തുണയും പരസ്യ പിന്തുണയും ഒക്കെ ഉണ്ടായിരുന്ന നേതാവാണ്. പക്ഷേ പിന്നീട് പല ഘട്ടങ്ങളിലായി ശശി തരൂർ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് എന്നുള്ള സൂചനകൾ വരികയും നേരത്തെയൊക്കെ അതിരൂക്ഷമായ രീതിയിൽ BJP-യെയും മോദിയെയും ഒക്കെ വിമർശിച്ച തരൂർ അത്തരം വിമർശനങ്ങളെ അടുത്ത കാലത്തായി ഒഴിവാക്കുകയും മോദി സ്തുതിയിലേക്കും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകളിലെ സ്തുതിയിലേക്കുമൊക്കെ നീങ്ങുകയുമൊക്കെ ചെയ്ത ഘട്ടത്തിൽ കേരളത്തിലെ നേതാക്കളിൽ മഹാഭൂരിപക്ഷം നല്ല ഇപ്പോൾ ആരും അങ്ങനെ പരസ്യമായി ശശി തരൂരുമായി അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ശശി തരൂരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയൊന്നും ചെയ്യുന്നില്ല. സാധാരണ പ്രവർത്തകർക്കിടയിൽ നിന്നും അദ്ദേഹത്തിന് ആ തരത്തിലേക്കുള്ള ഒരു അടുപ്പം അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള അദ്ദേഹത്തിനോടുണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാവും കഴിഞ്ഞ തവണയും ശശി തരൂർ തിരുവനന്തപുരത്ത് വരുമ്പോഴൊന്നും ഒരാൾ പോലും ഒരു കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവ് പോലും കൂടെ ഇല്ലാതെയാണ്, സ്വന്തം സ്റ്റാഫിനെ മാത്രം കൂടെ നിർത്തിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ഒക്കെ ചെയ്യുന്നത്. ആരെങ്കിലും തരൂരിൻ്റെ വിഷയത്തിൽ അനുകൂലമായൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ എതിരായി പ്രതികരണം വരാത്തത് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് കർശനമായ മാർഗ്ഗനിർദ്ദേശം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു കാരണവശാലും ശശി തരൂരിനെ പ്രകോപിപ്പിക്കുന്ന ഒരു പരാമർശം ഉണ്ടാവരുതെന്ന്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ മാധ്യമങ്ങൾ പലതവണ തരൂരിൻ്റെ വിഷയമൊക്കെ ഉന്നയിക്കുമ്പോഴും കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്നും തരൂരിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഒരു മറുപടിയും ഉണ്ടായില്ല. പക്ഷേ തരൂർ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം തന്നെയാണ് തരൂർ തനിക്ക് ഹൈക്കമാൻഡുമായി അഭിപ്രായ വ്യത്യാസമുണ്ട്, അക്കാര്യങ്ങളൊക്കെ തുറന്നു പറയാം, അത് പാർട്ടി വേദിയിലാണ് പറയുന്നതെന്നൊക്കെ മാധ്യമങ്ങളോടാണ് പറയുന്നത്. തൻ്റെ അഭിപ്രായ വ്യത്യാസം പരസ്യമാക്കാൻ തിരഞ്ഞെടുത്ത ദിവസം വോട്ടെടുപ്പ് ദിവസമാണ്, നിലമ്പൂരിലെ വോട്ടെടുപ്പ് ദിവസമാണ്. പാർട്ടിക്ക് അപ്പുറമുള്ള ആളുകളെയൊക്കെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ആ ദിവസം തനിക്ക് ഹൈക്കമാൻഡുമായി വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പാർട്ടി വോട്ടിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണെന്നും അത് വലിയ തോതിലൊന്നും അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും ബാധിച്ചാൽ അത് ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പാർട്ടി ഇത്രത്തോളം വർഷം പാർട്ടിയിൽ ചേർന്ന വർഷം തന്നെ അദ്ദേഹത്തെ MP ആക്കി തുടർച്ചയായിട്ട് ഇത്രയും തവണയും MP ആയിരിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം ആ തരത്തിൽ ചെയ്തതിനോട് പാർട്ടി കേരള നേതാക്കൾക്കെല്ലാം തന്നെ കടുത്ത വിമർശനമുണ്ട്. അതുകൊണ്ട് തന്നെ തരൂർ വിഷയത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലൊരു അനുമതി കിട്ടിയാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തരൂരിനെതിരെ തിരിയും എന്നതിന് യാതൊരു സംശയവുമില്ല. കിരൺ, ഒരു കാര്യം കൂടി, ഇന്നലെ അദ്ദേഹം വിദേശയാത്രയ്ക്കിടെ പറഞ്ഞ വാചകം രാജ്യമാണ് തനിക്ക് പ്രധാനം, അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയിലെ അത്രയും വർഷത്തെ സേവനത്തിന് ശേഷം താൻ തിരികെ രാജ്യത്തേക്ക് എത്തിയത്, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് എന്നതാണ്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ ശശി തരൂരിന് ലഭിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ ചില ചർച്ചകൾ, അതായത് ഒരു സുപ്രധാന പദവി, ഒരു നയതന്ത്ര പദവിയൊക്കെ ഒരു പക്ഷേ ശശി തരൂരിന് ലഭിച്ചേക്കുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ശക്തമാണല്ലോ. ശ്രീജ, തന്നെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം.
ഒന്ന് ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കൊന്നും തന്നെ അങ്ങനെ ഏതെങ്കിലും പുള്ളിക്ക് ഒരു പദവി കിട്ടുമെന്നോ അല്ലെങ്കിൽ പാർട്ടി വിടുമെന്നോ അത്തരം ഒരു വിവരങ്ങളൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ ശശി തരൂരിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ രീതി പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ശശി തരൂർ BJP-യിലേക്ക് പോകാനുള്ള സാധ്യത വിരളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ശശി തരൂരിൻ്റെ ലക്ഷ്യം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കലാപമുണ്ടാക്കി പാർട്ടിയിൽ നിന്ന് കൂടുതൽ അധികാരങ്ങൾ മേടിക്കുക, തൻ്റെ പ്രാധാന്യം തിരിച്ചു പിടിക്കുക, അല്ലെങ്കിൽ തനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ തുടക്കഘട്ടത്തിലൊക്കെ നമ്മൾ ആലോചിക്കണം. ശശി തരൂരിനെ പോലെ ഒരാൾ തിരുവനന്തപുരത്ത് ആദ്യമായി മത്സരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് മറ്റ് നേതാക്കൾ മറ്റ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് തന്നെ. പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഏതെങ്കിലും തരത്തിലൊരു തർക്കം കോൺഗ്രസിൽ ഉന്നയിച്ചിട്ടില്ല, ആരും ഉന്നയിച്ചിട്ടില്ല. ഈ ഘട്ടങ്ങളിലൊക്കെ തരൂർ തിരുവനന്തപുരത്ത് ജയിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അതിന് ചെവിക്കൊള്ളുക, അത്തരത്തിൽ പ്രവർത്തിക്കുകയോ കോൺഗ്രസിൻ്റെ ആകെ കൂടിയുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുകയോ കേരളത്തിൽ വരുന്ന സുപ്രധാന തെരഞ്ഞെടുപ്പുകളിലൊക്കെ പ്രചരണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ മുൻപന്തിൽ നിൽക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല തരൂർ. തിരുവനന്തപുരത്ത് തന്നെ അപൂർവമായിട്ടാണ് അദ്ദേഹം കാണുന്നത്, തന്നെ വളരെ അപൂർവമായിട്ടാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പ്രതിച്ഛായ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായും BJP-യുടെ വെല്ലുവിളി മറുഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ ഇടതുപക്ഷ വോട്ടുകളടക്കം BJP പരാജയപ്പെടാൻ വേണ്ടി ശശി തരൂരിന് കിട്ടുന്ന രാഷ്ട്രീയ അന്തരീക്ഷം, മതന്യൂനപക്ഷങ്ങളുടെ ഇടയിലൊക്കെ BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയുള്ള അനുകൂലമായ അവസ്ഥ, അങ്ങനെ പല പല കാരണങ്ങളാൽ ആവർത്തിച്ച് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. തരൂരിന് എല്ലാ ഘട്ടത്തിലും അന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ തന്നെ ഏറ്റവും അടുത്ത ആളായിരുന്നു. അന്ന് തരൂര് വലിയ പരിഗണനയാണ് നൽകിയത്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുകയും അതിനുശേഷം പിന്നീട് IPL-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നു. പിന്നീട് വീണ്ടും അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിൽ എപ്പോഴും വലിയ പ്രാധാന്യവും ഒക്കെ അർഹതയും ഒക്കെ കിട്ടിയിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ അധികാരമില്ലായിരുന്ന ഘട്ടത്തിലൊക്കെ ആദ്യം തരൂർ വീണ്ടും ആദ്യഘട്ടത്തിലൊക്കെ അടുപ്പക്കാരൻ തന്നെയായിരുന്നു. പിന്നീടാണ് ഈ ഹൈക്കമാൻഡുമായി അദ്ദേഹം രാഹുൽ ഗാന്ധി വന്ന ശേഷമാണ് ഹൈക്കമാൻഡുമായി ഒരു അകൽച്ച ശശി തരൂരിനുണ്ടായത്. അത് പിന്നീട് കൂടിക്കൂടി വരികയായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം വരുമ്പോൾ തരൂർ ചോദിക്കുമ്പോൾ മത്സരിക്കേണ്ട എന്നൊരു നിലപാട് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒരിക്കലും പറയില്ല. അത് ആര് ചോദിച്ചാലും പറയില്ല, കോൺഗ്രസിൻ്റെ രീതിയാണ്. പക്ഷേ മത്സരിക്കരുത് എന്നുള്ളത് കോൺഗ്രസിലെ ഒരു അലിഖിത നിയമം കൂടിയാണ്. ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന ആളുകളെ തന്നെ അധ്യക്ഷനാക്കുക എന്നുള്ളത്. അത് ലംഘിച്ചുകൊണ്ടാണ് തരൂർ മത്സരിച്ചത്. അത്തരമൊരു മത്സരത്തിൽ നിൽക്കുമ്പോഴും ഒരു വിഭാഗത്തിനൊക്കെ പിന്തുണ ശശി തരൂർ ലഭിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അതിനുശേഷം നടത്തിയ നീക്കങ്ങളിലാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വലിയ തോതിൽ അതൃപ്തി ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ BJP-യിലേക്ക് പോകും എന്ന് നമുക്ക് വിലയിരുത്താനാവില്ല. കാരണം ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ അതിരൂക്ഷമായ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പുസ്തകം അടക്കമുള്ളതാണ്. ഈ നിലപാടുകളൊക്കെയാണ് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിലടക്കം തരൂർ എന്ന രാഷ്ട്രീയക്കാരനപ്പുറമുള്ള ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ അത്തരം ഒരു നിലപാടൊക്കെ എടുക്കുന്ന അന്താരാഷ്ട്ര വിദഗ്ധൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അതിൽ മലക്കം അറിയേണ്ടി വരും. മറ്റൊരു സാധ്യത കേൾക്കുന്നത് കോൺഗ്രസ് പാർട്ടി നടപടിയെടുത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലും മറ്റു പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിനെ വേണമെങ്കിൽ ഇന്ത്യക്ക് നാമനിർദ്ദേശം ചെയ്യാം. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചും ഗുണമാണ്. തരൂരിനെ പോലെ ആ തരത്തിലേക്കൊക്കെ ഇന്ത്യക്ക് വേണ്ടി ഇടപെടാൻ കഴിയുന്ന ഒരാളെ കൊണ്ടുവന്നാൽ രാജ്യത്തിന് പൊതുവായ ഗുണമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിന് അടിക്കാൻ കഴിയുന്ന BJP-യുടെ കയ്യിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു വടി കൂടിയാണ് ശശി തരൂർ. കാരണം കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ഒരാൾ അങ്ങനെ ഒരാളെ തന്നെ BJP-യിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ശശി തരൂരിനെ പോലെ രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കുന്ന ഒരാൾ BJP-യിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് BJP-ക്ക് വലിയ നേട്ടമാണ്. അത്തരം ഒരു സാധ്യതയാണ് രണ്ടാമത് നിൽക്കുന്നത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും തരൂരിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ പരിശോധിച്ച് കഴിഞ്ഞാൽ തരൂർ നാളെ BJP-യിലേക്ക് പോകും എന്ന വാർത്തയ്ക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സാധ്യതയ്ക്കുള്ള അത് കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ശരി, കിരൺ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും തരൂരും പാർട്ടിയും തമ്മിലുള്ള അകലം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയുമായി ചേരുകയാണ്. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS കൂട്ടുകെട്ട് പരാമർശം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചുവോ എന്ന കാര്യത്തിലും ചർച്ചകളുണ്ടാവും. ഭാരതാംബ വിവാദവും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. VV അരുൺ വിവരങ്ങളുമായി. അരുൺ, ഭരണവിരുദ്ധ വികാരമില്ല എന്നൊരു നിലപാടിലേക്ക് സെക്രട്ടേറിയറ്റ് എത്തിയാൽ ഇത്ര നല്ലൊരു സ്ഥാനാർത്ഥി പിന്നെ എങ്ങനെ തോറ്റു എന്നുകൂടി വളരെ വിശദമായി പറയേണ്ടി വരും. അതിൽ MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് പങ്കുണ്ടോ, മറ്റെന്തെങ്കിലും ഘടകങ്ങൾ വർക്കായോ, ഇതെല്ലാം അറിയേണ്ടതുണ്ട്. ഏത് തരത്തിലായിരിക്കും ഇന്നത്തെയും നാളത്തെയും ചർച്ചകൾ? ശ്രീജ, MV ഗോവിന്ദന്റെ പ്രസ്താവന തിരിച്ചടിച്ചു എന്ന വിലയിരുത്തൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായി. MV ഗോവിന്ദന്റെ പരാമർശം, അദ്ദേഹത്തിന് പേരെടുത്ത് പറയാതെയായിരുന്നു. CPM-ന് വർഗീയ ശക്തികളുമായി RS ഉൾപ്പെടെ ശക്തികളുമായി നേരത്തെ കൂട്ടുകെട്ടുണ്ടായിരുന്ന പ്രസ്താവന
അനവസരത്തിലായിപ്പോയി. ഇത്തരം പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന് തന്നെ കടുത്ത വിമർശനം നേതാക്കളിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം അല്ല തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന ഒരു പൊതുവിലയിരുത്തൽ യോഗത്തിലുണ്ടായി. പക്ഷെ അപ്പോഴും CPM-ന്റെ അടിസ്ഥാന വോട്ടുകൾക്കപ്പുറം മുന്നോട്ട് പോകാൻ കഴിയുന്ന അടിസ്ഥാന വോട്ടുകൾ ചോർച്ചയുണ്ടായിട്ടില്ല. പക്ഷേ എം സ്വരാജിനെ പോലെ സ്ഥാനാർത്ഥി വന്ന ശേഷവും അദ്ദേഹത്തിന് വ്യക്തിപരമായി നല്ല സ്വാധീനമുണ്ടായ സ്ഥാനാർത്ഥിയാണ്. ആ വ്യക്തി സ്വാധീനം വോട്ടായി മാറുകയും ചെയ്തു. പക്ഷേ അത് പ്രതിഫലിക്കാത്തതിന് കാരണം പാർട്ടിയുടെ അനുഭാവി വോട്ടുകൾ ചോർന്നു. 9 വർഷത്തിലേറെ അവിടെ MLA ആയിരുന്ന PV അൻവറിന് പാർട്ടിയുടെ അനുഭാവി വോട്ടുകൾ പോലും ലഭിച്ചിട്ടുണ്ടെന്നൊരു വിലയിരുത്തൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം ചർച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അൻവറിന്റെ സ്വാധീനം, അൻവറിന്റെ എത്രത്തോളം പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിയാതെ പോയി എന്ന ഒരു സ്വയം വിലയിരുത്തലും സംസ്ഥാന സെക്രട്ടറി ഉണ്ടായതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി തന്നെ അൻവറിനെ കാര്യമായി പ്രതിരോധിക്കാൻ, ആക്രമിക്കാൻ നേതാക്കളിൽ കഴിഞ്ഞില്ല. അൻവർ ഘടകമേ അല്ല എന്ന് പറഞ്ഞ് നിസ്സാരവത്കരിക്കുകയാണ് MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ചെയ്തത്. അത് ശരിയായോ എന്ന സംശയം മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ ഉയർത്തിയിട്ടുണ്ട്. അൻവറിനെ കടന്നാക്രമിക്കേണ്ടതായിരുന്നു. ആ ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി യോഗത്തിൽ മാത്രമാണ് അൻവറിനെതിരെ വഞ്ചകൻ, പാർട്ടിയെ ഒറ്റുകൊടുത്തയാൾ തരത്തിലുള്ള പരാമർശം ഉണ്ടായത്. മറ്റു നേതാക്കൾ കാര്യമായി അൻവറിനെ തൊടാതെ പോവുകയായിരുന്നു. അത് ശരിയായില്ല എന്നൊരു വിമർശനം യോഗത്തിൽ ഉയർന്നു. മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ റിപ്പോർട്ടുകൾ. MV ഗോവിന്ദനെതിരെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ വിമർശനം ഉയർന്നു. അത് പേരെടുത്തു പറയാതെയാണ് നേതാക്കൾ വിമർശിച്ചത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് നേതാക്കളുടെ നാവുപിഴ CPM-ന് കൊടുക്കുന്നത് ആദ്യമെല്ലാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയരാഘവൻ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസിനെതിരെ നടത്തിയ പരാമർശങ്ങൾ, കഴിഞ്ഞ തവണ AK ബാലനും അതുപോലെ തന്നെ NL കൃഷ്ണദാസും ഒക്കെ നടത്തിയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയ പരാമർശങ്ങൾ, അതൊക്കെ CPM-ന് ഒരു തിരിച്ചടിയായെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. ഇവിടെ സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടറിയാണ് ഇതിൽ ഒരു പക്വമായ ഇടപെടൽ നടത്തുകയും ഇത്തരം വിമർശനം നടത്തുന്നവരെ പോലും തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ CPM ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയത് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ കോൺഗ്രസിനെ അടിമുടി പ്രതിരോധത്തിലാക്കി കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുന്നോട്ട് പോയ CPM പ്രതിരോധത്തിലായത് സംസ്ഥാന സെക്രട്ടറിയുടെ അസമയത്തുള്ള അപക്വമായ വാക്കുകൾ തന്നെയാണെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നതാണ്. അത് പാർട്ടി നേതാക്കൾ രഹസ്യമായി നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ആ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും കടുത്ത വിമർശനം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു തരത്തിലും അത്തരം പ്രസ്താവനകൾ ഉണ്ടാകാൻ പാടില്ല. അത് പാർട്ടിയുടെ സാധ്യതയെ തെരഞ്ഞെടുപ്പ് രംഗത്ത്, അതും വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബാധിച്ചു എന്നൊരു വിലയിരുത്തൽ CPM നേതാക്കൾക്കുണ്ടായി. ഇത് ഒരു ഔദ്യോഗിക രേഖയായി മാറുമോ, അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിലും സമാന വിമർശനങ്ങൾ സ്വാഭാവികം ഉയർന്നു വരും. അതുകൂടി അംഗീകരിച്ചുകൊണ്ട് ഒരു സ്വയം വിമർശനമായി MV ഗോവിന്ദൻ തുറന്ന് സമ്മതിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഗോവിന്ദന്റെ പരാമർശം CPM-ന് തിരിച്ചടിയായെന്ന സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഭാരതാംബ വിഷയത്തിൽ വിവാദം കനക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സ്വകാര്യ ചടങ്ങിൽ വിവാദ ചിത്രം വെച്ചതാണ് പിന്നീട് വീണ്ടും തർക്കത്തിന് കാരണമായത്. SFI പ്രതിഷേധത്തിന് പിന്നാലെ കടുത്ത ഭാഷയിലായിരുന്നു ഗവർണറുടെ വിമർശനം. ഏറ്റുമുട്ടലിനില്ല എന്ന് താൻ പറഞ്ഞതിനർത്ഥം എല്ലാം ഒത്തുതീർപ്പായി എന്നതല്ല എന്നായിരുന്നു ഗവർണറുടെ വാക്കുകൾ. അതേസമയം ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ RSSകാർ കയ്യേറ്റം ചെയ്തു എന്നാരോപിച്ച് KSU ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സർക്കാർ പരിപാടികളിൽ ചിത്രം ഒഴിവാക്കാൻ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തു നൽകും. മന്ത്രിസഭാ യോഗമാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ചുമതലപ്പെടുത്തിയത്. ഗവർണറും കടുത്ത അതൃപ്തിയിലാണ്. വിവരങ്ങളുമായി VV അരുൺ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, മലയാളത്തിൽ ഒരു പറച്ചിലുണ്ട്, എടുത്തതിലും വലുതാണ് പിടിച്ചത് എന്നൊക്കെ പറയാറുണ്ട് സാധാരണ നാടൻ മൊഴിയിൽ. അതുപോലെ ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാനുമായി ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഉണ്ടായിരുന്നത് അതിലും കൂടിയ തരത്തിലേക്ക് ഈ പ്രശ്നങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ സെനറ്റ് ഹാളിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായ നാടകീയത മണിക്കൂറുകളോളം നീണ്ടു. അവിടെ കൂട്ടത്തല്ലുണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ടായി. പരിപാടി മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചിട്ടും ആ പരിപാടിയിൽ താൻ പങ്കെടുക്കും എന്ന ഉറച്ച തീരുമാനവുമായി ഗവർണർ വരുന്നു. പ്രതിഷേധങ്ങൾക്കിടെ പങ്കെടുത്തു പോകുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്കൊന്നും ഇല്ല എന്ന് തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്നലെ ഗവർണർ ചെയ്തത്. ഈ തർക്കം ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി ഗവർണറെ അറിയിക്കാൻ തീരുമാനിച്ചാൽ പിന്നീട് എന്തൊക്കെയാണ് വരാനുള്ളത്?
ശ്രീജ, ചർച്ചയ്ക്കുള്ള വഴി ഇന്നലെ ഗവർണർ തുറന്നിട്ടു. അതായത് സർക്കാരിന് തന്നോട് എന്തും പറയാം, ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ അവിടെ അദ്ദേഹം നിലപാട് പ്രഖ്യാപിച്ചത് താൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഏറ്റുമുട്ടലിനില്ല, സമവായമാണ് തന്റെ വഴിയെന്ന് വ്യക്തമാക്കിയാണ് വന്നത്. പക്ഷേ അങ്ങനെ ഏറ്റുമുട്ടലില്ലെന്ന് പറയുന്നത് ഒരു കോംപ്രമൈസായി, ഒത്തുതീർപ്പായി കരുതരുത്. തന്റെ നിലപാടുകളിൽ, ആശയങ്ങളിൽ താൻ തുടരും, അതിൽ നിന്ന് ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല എന്ന് വ്യക്തമായ മുന്നറിയിപ്പ് സർക്കാരിന് ഗവർണർ നൽകുകയാണ്. ഇന്നലെ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഗവർണർക്കെതിരെ ആയിരുന്നില്ല പ്രതിഷേധം, അക്ഷരാർത്ഥത്തിൽ ശരിക്കും ഗവർണർക്കെതിരെ ആയിരുന്നില്ല. പകരം അവിടെ സെനറ്റ് ഹാളിൽ ഒരു മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന രജിസ്ട്രാറുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം അവിടെ പുഷ്പാർച്ചനയൊക്കെ വച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. SFIയും KSUവും പ്രതിഷേധിച്ചു. SFIയും പോലീസുമായി സംഘർഷമുണ്ടായി, ബലപ്രയോഗമുണ്ടായി. KSU പ്രവർത്തകരെ BJP പ്രവർത്തകർ ഹാളിലുണ്ടായിരുന്ന BJP സംഘപരിവാർ പ്രവർത്തകർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായി. വലിയ സംഘർഷാവസ്ഥയിലേക്ക് ഗവർണർ അവിടെ വന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സാധാരണഗതി ഇത്തരം സംഘർഷാത്മകമായ സാഹചര്യങ്ങളിൽ ഗവർണർ പോലെയുള്ള VVIPകൾ വരുന്നത് സാധാരണ പോലീസ് വിലക്കാറുണ്ട്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് ഗവർണർ ഇതിലെ പരിപാടിയിൽ പങ്കെടുത്തു. അദ്ദേഹം ഇക്കാര്യങ്ങൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമായിരുന്നു അവിടെ സെമിനാർ, പുസ്തക പ്രകാശനവും ആ വിഷയം സംസാരിച്ചുകൊണ്ട് ഇതും ഒരു അടിയന്തരാവസ്ഥയാണെന്ന് ചോദിച്ചിരുന്നു ഗവർണർ. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സപ്പെടുന്നതും അടിയന്തരാവസ്ഥയല്ലേ? ഇന്ദിരാഗാന്ധിയുടെ സ്വാതന്ത്ര്യമാണോ ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ യഥാർത്ഥ സ്വാതന്ത്ര്യമാണോ ചോദ്യം? കടുത്ത ചോദ്യം തന്നെ ഗവർണർ മുന്നോട്ട് വച്ചിരുന്നു. തന്റെ നിലപാടുകൾ പിന്നോട്ട് പോകില്ല, പക്ഷേ സർക്കാരിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാണെന്നും ഗവർണർ പറഞ്ഞു. സർക്കാർ വൈകാതെ ഗവർണർക്ക് കത്ത് നൽകും. സർക്കാരിന്റെ നിലപാട് അറിയിച്ചുകൊണ്ട് ഭാരതാംബ വിവാദത്തിൽ സർക്കാർ പരിപാടികളിൽ ഏതെല്ലാം ചിഹ്നങ്ങൾ ഉപയോഗിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട്, മറ്റാർക്കെങ്കിലും ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന കത്ത് വൈകാതെ ഗവർണർക്ക് സർക്കാർ നൽകും. അക്ഷരാർത്ഥത്തിൽ സർക്കാർ ഗവർണർ പോലെ മറ്റു തലത്തിലേക്ക് കടക്കുകയാണ്. RSS പിന്നീട് രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ RSSനെ പഠിച്ച് RSS ആശയങ്ങളെ സ്വീകരിച്ച ആയിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. പക്ഷേ അടിമുടി RSസുകാരനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സർക്കാരിനെ ഏതെല്ലാം തരത്തിൽ പ്രതിരോധത്തിലാക്കാൻ പോകുന്നു, എങ്ങനെയെല്ലാം അദ്ദേഹമായുള്ള ഏറ്റുമുട്ടൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്നൊക്കെ വരും ദിവസങ്ങൾ മറുപടി പറയും. ഏതായാലും അത്ര സുഖകരമായ ഒരു ബന്ധമായിരിക്കില്ല ഇനി രാജ്ഭവനും കേരള സെക്രട്ടേറിയറ്റ് തമ്മിൽ ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഓരോ ദിവസവും വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് മാറുകയാണ്. അരുൺ, ഇന്നിപ്പോൾ KSU ആണ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗവർണറെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ച സർക്കാരിനെ കോൺഗ്രസ് വിമർശിക്കുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഇവർ തമ്മിൽ തല്ലുകയാണെങ്കിൽ അങ്ങ് തല്ല് നടക്കട്ടെ, അങ്ങനെ ഒരു നിലപാടിലാണോ കോൺഗ്രസ് ഉള്ളത്? അങ്ങനെ കരുതാൻ വയ്യ. ഭാരതാംബ വിഷയത്തിൽ കോൺഗ്രസും ശക്തമായ വിമർശനം ഗവർണർക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്നലെയും KSUവിന്റെ പ്രവർത്തകർ ഈ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിനുള്ളിലേക്ക് കടന്നു കയറി പ്രതിഷേധിച്ചു. 5-6 പ്രവർത്തകർ മാത്രമാണ്. വലിയ ക്രൂരമായ മർദ്ദനം അവർക്ക് നേരിടേണ്ടി വന്നു. BJP സംഘപരിവാർ പ്രവർത്തകർ KSU പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലി എന്നുള്ളതാണ് വസ്തുത. അവിടെ നിന്ന് പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ KSU പ്രവർത്തകർക്ക് മാത്രമല്ല, ഒരു മാധ്യമ പ്രവർത്തകന്, മാധ്യമ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്ന മീഡിയ വണ്ണിന്റെ ഒരു ജീവനക്കാരനും ക്രൂരമർദ്ദനം ABP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ശരിക്കും ഒരു സംഘടിതമായി തന്നെ അവിടെ BJP പ്രവർത്തകർ അതിനുള്ളിൽ ഉണ്ടായിരുന്നു. അവിടേക്കാണ് KSU പ്രതിഷേധവുമായി എത്തിയത്. ആ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. കടുത്ത വിമർശനം നേരത്തെ ഈ വിഷയത്തിൽ, ഭാരതാംബ വിഷയത്തിൽ ACC ജനറൽ സെക്രട്ടറി KC വേണു അടക്കമുള്ളവർ ഗവർണർക്കെതിരെ ഉന്നയിച്ചിരുന്നു. ഗവർണർ തിരിച്ചു വിളിക്കണമെന്ന്, നടപടിയെടുക്കണമെന്ന് രാഷ്ട്രപതിയോട് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ ഏതായാലും ഇടതുമുന്നണിയും UDFും ഒറ്റക്കെട്ടാണ് ഗവർണർക്കെതിരെ. ഗവർണറുടെ ഈ ഭാരതാംബ വിഷയ നീക്കങ്ങൾക്ക് ഇടതുമുന്നണിയും അതുപോലെ തന്നെ UDFും ശക്തമായ വിമർശനമാണ് ഒരുപോലെ ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നത്. ശരി, VB അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. കൊച്ചി മെട്രോ റെയിൽ 3ാം ഘട്ടം പ്രതിസന്ധിയിൽ. 3ാം ഘട്ടത്തിന്റെ DPR തയ്യാറാക്കുന്നതിൽ നിന്ന് റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് സർവീസ് എന്ന ഏജൻസിയെ ഒഴിവാക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണം. കേന്ദ്ര മന്ത്രാലയം നിശ്ചയിച്ചതിനേക്കാൾ ഇരട്ടി തുകയുടെ ക്വട്ടേഷൻ നൽകിയതാണ് നടപടിക്ക് കാരണം. ഇതിനായി വീണ്ടും ടെൻഡർ വിളിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെയാണ് 3ാം ഘട്ടത്തിനായുള്ള പദ്ധതി രൂപരേഖ തയ്യാറാക്കാൻ കൺസൾട്ടന്റിനെ കണ്ടെത്താനുള്ള ആദ്യ ടെൻഡർ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് റദ്ദാക്കുന്നത്.
ആദ്യ ടെൻഡറിൽ റെയിൽവേ മന്ത്രാലയത്തിനു കീഴിൽ ഗുരുഗ്രാമിൽ പ്രവർത്തിക്കുന്ന റൈറ്റ്സ് ലിമിറ്റഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. എസ്റ്റിമേറ്റിനേക്കാൾ 50% തുക കൂടുതലായി ആവശ്യപ്പെട്ടു. അതിന് നിർവാഹമില്ലാത്തതിനാലാണ് ആദ്യ ടെൻഡർ റദ്ദാക്കിയതെന്ന് അധികൃതർ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് രൂപരേഖ തയ്യാറാക്കുന്നത്. അതിനാൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് മുൻ ടെൻഡർ റദ്ദാക്കിയതും വീണ്ടും വിളിച്ചതും. ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും തുടർന്ന് അങ്കമാലിയിലേക്കുമാണ് മെട്രോ മൂന്നാം ഘട്ടം ആസൂത്രണം ചെയ്യുന്നത്. ഈ പാത 2018 മുതൽ മൂന്നാം ഘട്ടത്തിൽ വിഭാവനം ചെയ്തിരുന്നു. 19 കിലോമീറ്ററാണ് നീളം കണക്കാക്കുന്നത്. DPR തയ്യാറാക്കിയാലേ ഇതിൽ കൂടുതൽ വ്യക്തത വരൂ. ആലുവ അങ്കമാലി റൂട്ടിനായി നേരത്തെ ഒരു DPR തയ്യാറാക്കിയിരുന്നു. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും കാക്കനാട്ടേക്കുള്ള മെട്രോ 2ാം ഘട്ടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 20 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി 274 കോടി രൂപ വീതമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഹിതമായി നൽകിയത്. 1200 കോടിയിലേറെയാണ് 2ാം ഘട്ടത്തിലെ വിദേശ വായ്പ. ഇതിനൊപ്പം മൂന്നാം ഘട്ടത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങാനായിരുന്നു നീക്കം. അടുത്ത മാസം അവസാനത്തോടെ DPR തയ്യാറാക്കുമെന്നായിരുന്നു ആദ്യ പ്രഖ്യാപനം. ഇതിനിടെയാണ് ടെൻഡർ റദ്ദാക്കേണ്ടി വന്നത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുതിയ കൺസൾട്ടന്റിനെ കണ്ടെത്താനും രൂപരേഖ തയ്യാറാക്കാനുമെല്ലാം മാസങ്ങൾ എടുക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് KMRL ഈ തിരിച്ചടി ഉണ്ടാകുന്നത്. മൂന്നാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി ആലുവ മുതൽ അങ്കമാലിയിലും നെടുമ്പാശ്ശേരിയിലേക്കും കണക്ട് ചെയ്യുന്ന മെട്രോ റെയിലിനാണ് താൽക്കാലികമായി കേന്ദ്ര സർക്കാർ ഒരു പിടുത്തമിട്ടിരിക്കുന്നത്. ഇതോടെ മൂന്നാം ഘട്ട പദ്ധതിക്കായി കൊച്ചിക്കാർ ഇനിയും ഒരുപാട് കാത്തിരിക്കണം. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് ജില്ലയിലെ PCK ഗോഡൌണുകളിൽ കെട്ടിക്കിടന്ന എൻഡോസൾഫാൻ ബാരലുകളിലേക്ക് മാറ്റുന്ന നടപടി പൂർത്തിയായി. 25 വർഷങ്ങൾക്ക് ശേഷമാണ് എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്ന ഓപ്പറേഷൻ ബ്ലോസം നടപ്പാക്കിയത്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്ന സുപ്രധാന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. രാജപുരം, പെരിയ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ എസ്റ്റേറ്റുകളിലെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന 1105 ലിറ്റർ എൻഡോസൾഫാനാണ് നിർവീര്യമാക്കുന്നത്. ആദ്യ നടപടിയായി പെരിയയിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന 700 ലിറ്റർ എൻഡോസൾഫാൻ പുതിയ ബാരലിലേക്ക് മാറ്റി. രാജപുരത്ത് സൂക്ഷിച്ചിരിക്കുന്ന 405 ലിറ്റർ ദ്രാവക ലായനിയും ചീമേനിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഖരരൂപത്തിലുള്ള എൻഡോസൾഫാനും മറ്റൊരിടത്തേക്ക് മാറ്റി നിർവീര്യമാക്കും. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിലെ വിദഗ്ധ സംഘമാണ് രാസകീടനാശിനി നിർവീര്യമാക്കുന്നത്. In compliance to the Honorable NGT directions, the team visited 4 estates of PCK Limited in November 2024 and we have done the preliminary survey. Then later we felt that as there are some the leakages dumps are there, in order to ensure and to secure them, we have planned this program. Now as a part of that, we came to 4 estates where all the dumps which are there, endosulfan dumps, that has been shifted to new dumps and we have secured them now, and the report will be filed before NGT suggesting how this the waste has to be disposed of. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മിഞ്ച പദവിയിലെ കശുമാവിൻ തോട്ടത്തിൽ അശാസ്ത്രീയമായി എൻഡോസൾഫാൻ കുഴിച്ചുമൂടിയ കേസിൽ വാദം തുടരുന്നതിനിടെയാണ് കേന്ദ്ര ഹരിത ട്രിബ്യൂണൽ നിലവിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേന്ദ്ര മലിനീകരണ ബോർഡിനെ ചുമതലപ്പെടുത്തിയത്. വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റിടങ്ങളിലും സൂക്ഷിച്ചിരിക്കുന്ന എൻഡോസൾഫാൻ ഇവിടെ നിന്ന് മാറ്റി നിർവീര്യമാക്കും. ന്യൂസ് 18 കാസർഗോഡ്. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ റിലീസ് ചെയ്യുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സെൻസർ ബോർഡിന്റെ റിവ്യൂ കമ്മിറ്റി ഇന്ന് ചിത്രം കാണുന്നുണ്ട്. കേസ് വീണ്ടും 27 പരിഗണിക്കും. സമയബന്ധിതമായി സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോസ്മോ എന്റർടൈൻമെന്റ്സ് ഹർജി നൽകിയത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഏറെ പ്രതീക്ഷ വയ്ക്കുന്നത് ഇന്നത്തെ റിവ്യൂ കമ്മിറ്റിയുടെ ഈ തീരുമാനത്തിലേക്കാണ്. ഈ റിവ്യൂ കമ്മിറ്റി അനധികൃതമായിട്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ അനാവശ്യമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് കണ്ടെത്തിയാൽ കാര്യങ്ങൾ എളുപ്പമാവില്ല. എന്താണ് നിലവിലെ സ്ഥിതികൾ? ശ്രീജ, രാവിലെ തന്നെയാണ് മുംബൈയിലാണ് ഈ ഒരു റിവ്യൂ കമ്മിറ്റി ചേരുന്നത്. ഇതിനുശേഷം ഈ സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അണിയറ പ്രവർത്തകർ ഉള്ളത്. സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും ഇന്നലെ തന്നെ മുംബൈയിൽ എത്തിയിട്ടുണ്ട്. അവരും ഈ സമയത്ത് അവിടേക്ക് പോകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി തന്നെ സിനിമ കണ്ടതിന് ശേഷമായിരിക്കും ഇനി എന്താണ് ഈ സിനിമയ്ക്ക് അനുമതി ലഭിക്കുമോ അതോ ഈ പേര് മാറ്റണം എന്ന നിലപാടിൽ തന്നെയായിരിക്കും
പറ്റുമോ കേന്ദ്ര സെൻസർ ബോർഡ് ഉറച്ചു നിൽക്കുക എന്നതിലൊക്കെ വ്യക്തത കൈവരികയുള്ളൂ. അതിനുശേഷമായിരിക്കും നാളെ പരിഗണിക്കുന്ന ഹർജിയിൽ ഇക്കാര്യം ഇന്ന് എന്താണോ സെൻസർ ബോർഡിന്റെ തീരുമാനം അത് ഹൈക്കോടതിയെ നാളെ അറിയിക്കുകയും ചെയ്യും. ഇന്നലെ കോടതി ഹർജി പരിഗണിച്ചപ്പോൾ ഇപ്പോൾ ഈ സെൻസർ ബോർഡ് വീണ്ടും ഈ സിനിമ കാണുന്നുണ്ടല്ലോ, അതിനുശേഷം എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് അത് കോടതിയെ അറിയിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ഇത് കൃത്യമായി കോടതിയെ അറിയിക്കുകയും ചെയ്യും. എന്തായാലും അണിയറ പ്രവർത്തകരടക്കം മുംബൈയിൽ എത്തിയിട്ടുണ്ട്. അവരും വിശ്വസിക്കുന്നത് ഈ സിനിമയ്ക്ക് ഇന്ന് പ്രദർശനാനുമതി ലഭിക്കും എന്ന് തന്നെയാണ്. എങ്കിൽ പോലും നാളെ ചിത്രം തിയേറ്ററുകളിൽ എത്തില്ല. ഉടനെ തന്നെ അടുത്ത ആഴ്ച ഏറ്റവും അടുത്തുള്ള ദിവസം തന്നെ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അണിയറ പ്രവർത്തകർ ഉള്ളത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ പോലും അദ്ദേഹം ഒരുപാട് തരത്തിൽ ഇടപെട്ടിരുന്നു. അതിന്റെയൊക്കെ ഒരു ഫലമായി തന്നെ ഇതിൽ സെൻസർ ബോർഡ് ഇതിന് അനുമതി നൽകും അല്ലെങ്കിൽ അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അണിയറ പ്രവർത്തകർ അവിടെ തുടരുകയും ചെയ്യുന്നത്. ഈ ഹൈന്ദവ ദൈവമായ സീതയുടെ പേരായിട്ടുള്ള ജാനകി ഈ സിനിമയിൽ നിന്നും മാറ്റണമെന്നായിരുന്നു സെൻസർ ബോർഡ് നൽകിയ നിർദ്ദേശം. പക്ഷെ അത് വാക്കാൽ മാത്രമാണ് അവരോട് പറഞ്ഞത്. രേഖാമൂലം അത് എഴുതി നൽകണം അല്ലെങ്കിൽ ഒരു റിട്ടൺ ഡോക്യുമെന്റായി നൽകണം എന്നതിന് അതിപ്പോഴും സെൻസർ ബോർഡ് ഒരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതും ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇന്ന് രാവിലെയാണ് സിനിമയെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ദിവസം. അണിയറ പ്രവർത്തകരും അവിടെ എത്തിയിട്ടുണ്ട്. അവരും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ശ്രീജ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ ടൈറ്റിൽ മാറ്റണമെന്നല്ല ആവശ്യപ്പെട്ടത്. ആ സിനിമയിലെ നായിക കഥാപാത്രം, ആ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണമെന്നാണ്. 96 ഇടത്ത് ജാനകി എന്ന് പരാമർശിക്കുന്ന ഒരു സിനിമയിൽ നിന്ന് അതെങ്ങനെ മാറ്റുമെന്നതാണ് അണിയറ പ്രവർത്തകരുടെ ചോദ്യം. ഇന്നത്തെ റിവ്യൂ കമ്മിറ്റിയിൽ ഈ പ്രവർത്തകർക്ക് അനുകൂലമായ, സിനിമയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ തീരുമാനം വരുന്ന ദിവസത്തിന് ഒരുപക്ഷെ നല്ല തീരുമാനമാണ് വരുന്നതെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല.
എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരി ഒപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ നിലമ്പൂർ തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തേണ്ടത് തിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരാജയം പാർട്ടിയും ഇടതുമുന്നണിയും വിശദമായി പരിശോധിക്കും. നിലമ്പൂരിൽ വോട്ട് ചോർച്ച ഉണ്ടായത് UDF-നാണെന്നും 2021-ൽ VV പ്രകാശനം ലഭിച്ചതിനേക്കാൾ 1470 വോട്ട് UDF-ന് കുറഞ്ഞുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് MV ഗോവിന്ദൻ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. VV അരുൺ ഉണ്ട് വിവരങ്ങളുമായി. അരുൺ, തിരുത്തേണ്ടത് തിരുത്തുമെന്ന ഒറ്റ വാചകം മാത്രമാണ് ആ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട വാചകം ആണ്. സ്വാഭാവികമായും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നത്? തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുമെന്ന് തന്നെയാണ് MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. നിലമ്പൂർ തോൽവിയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളുമെന്ന് നേരത്തെ CPM നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. എന്തുകൊണ്ട് തോറ്റു എന്ന വിലയിരുത്തലിലൂടെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. UDF-ന്റെ വർഗീയ കൂട്ടുകെട്ട് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് MV ഗോവിന്ദൻ നേർവഴി എന്ന തന്റെ കോളത്തിൽ, ദേശാഭിമാനിയുടെ കോളത്തിൽ പറയുന്നു. LDF ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കേരളത്തിന്റെ വികസനവും മതനിരപേക്ഷത എന്നീ ആശയങ്ങളിൽ ഊന്നിയായിരുന്നു. എന്നാൽ വർഗീയ തീവ്രവാദികളുടെ വോട്ട് വേണ്ടെന്ന അടിയുറച്ച രാഷ്ട്രീയ നിലപാട് LDF ഉയർത്തിപ്പിടിച്ചു. ഒരു പരാജയം കൊണ്ട് അത് അവസാനിക്കില്ല. ആ നിലപാടിൽ LDF തുടരുകയും ചെയ്യും. LDF-ന്റെ അടിത്തറയിളക്കുന്ന പരാജയമല്ല ഇവിടെ ഉണ്ടായത്. നിലമ്പൂരിലുണ്ട് 65 മുതൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദൻ അത് സാധൂകരിക്കാൻ ശ്രമിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉണ്ടാക്കിയതാണ് ഈ മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായ പരസ്യധാരണ UDF-ന്റെ എന്ന് MV ഗോവിന്ദൻ ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി പോലും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടിയാണ്. ഒരു വശത്ത് മുസ്ലിം മതവാദി രാഷ്ട്രവാദികളുടെ വോട്ട് കരസ്ഥമാക്കിയ UDF, മറുവശത്ത് BJP വോട്ടും നേടി. ഇതിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തലും ആ രീതിയിൽ തന്നെയായിരുന്നു. ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ BJP വോട്ട് UDF-ലേക്ക് മറിച്ചെന്ന് BJP സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞതാണ് CPM ഇവിടെ ആയുധമാക്കുന്നത്. നിലമ്പൂരിലെ ജനവിധി സംബന്ധിച്ച് UDF-ഉം വലതുപക്ഷ പാർട്ടികളും ഉയർന്ന രണ്ട് പ്രധാന ആഖ്യാനങ്ങൾ ഇടതുപക്ഷ അടിത്തറ ഇളകിയെന്നുള്ളതാണ്. എന്നാൽ അതുപോലെ തുടർഭരണത്തിന് സാധ്യതയില്ല എന്നുള്ളതുമാണ്. എന്നാൽ ഭരണവിരുദ്ധ വികാരമാണ് പരാജയത്തിന് കാരണമെന്ന് അത് പറയുമ്പോൾ അത് വസ്തുതവുമായി ഒരു ബന്ധവുമില്ലാത്ത ആഖ്യാനമാണ്. ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ അടിത്തറയ്ക്ക് ഇത് കോട്ടവും ഉണ്ടായിട്ടില്ല എന്ന് MV ഗോവിന്ദൻ പറയുന്നു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് തെളിയിക്കുന്നതല്ല ഈ ഫലമെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തൽ കൂടിയായാണ് സംസ്ഥാന സെക്രട്ടറി കണക്കുകൾ ഉദ്ധരിച്ച് ആ ലേഖനത്തിൽ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന വോട്ടുകൾക്കൊപ്പം സ്ഥാനാർത്ഥി PV എന്ന വ്യക്തിപരമായ സ്ഥാനാർത്ഥി വോട്ടുകൾ നേരത്തെ ഇടതുപക്ഷ വിജയത്തിന് കാരണമായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഉണ്ടായില്ല എന്നൊരു വിലയിരുത്തൽ കൂടി CPM-ന് ഉണ്ട്. ഇത് സംസ്ഥാന തലത്തിലും സർക്കാർ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ വികാരത്തിന്റെ ഭാഗമായി ഈ ജനവിധിയെ കാണാനാകില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ലേഖനത്തിൽ വ്യക്തമാക്കുന്നു.
CPM LDF ഇത് തന്നെയാണ് പറയുന്നത്. പരാജയം തന്നെയാണ്. ആ പരാജയം പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിധിയാണെന്ന് പറയുന്നതിൽ വസ്തുതയില്ല എന്നാണ് CPM പറയുന്നത്. തിരുത്തേണ്ടത് തിരുത്തുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി ഇതിൽ പറയുന്നു. ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് വർഗീയവാദികളുമായി UDF നേടിയ കൂട്ടുകെട്ടും PV അൻവറിലൂടെ വന്ന വോട്ടുകൾ തിരിച്ചുപോയതുമാണ് ഈ പരാജയത്തിന് കാരണമായി CPM പറയുന്നത്. തികഞ്ഞ ആത്മവിശ്വാസം പരിശോധിക്കേണ്ടവ പരിശോധിക്കും. അതായത് എന്തുകൊണ്ട് വിജയിക്കാൻ കഴിയുന്ന കാര്യം പാർട്ടി തലത്തിലും മുന്നണി തലത്തിലും പരിശോധിക്കും. തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകും. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെ ഈ വർഷാവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും LDF നേരിടും എന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. അവിടെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തി തിരുത്തുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നു. അരുൺ, ഈ പ്രചാരണ കാലയളവിൽ ഉടനീളം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDFന്റെ ബാന്ധവമായിരുന്നു CPM LDF ഉയർത്തി കാണിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്. ഈ പരാജയത്തിലേക്ക് വരുമ്പോഴും അങ്ങനെ വർഗീയ ബാന്ധവങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ വർഗീയ വോട്ടുകളാണ് ഈ വിജയത്തിലേക്ക് UDFനെ കൊണ്ടെത്തിച്ചത് എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, അതൊരു പക്ഷേ ഈ വരും തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടി അത് നീട്ടിപ്പിടിക്കാനാണോ CPM ആലോചിക്കുന്നത്? ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് അങ്ങനെയാണോ മനസ്സിലാവുന്നത്? തീർച്ചയായിട്ടും തുടക്കത്തിൽ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട് വരുമ്പോൾ തന്നെ ഒരുപക്ഷെ അത് ഔദ്യോഗിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയത് മഴവിൽ സഖ്യമാണ്. CPM അനുവദിച്ച മഞ്ജുഷ് ഗോപാൽ അനുവദിച്ച അഭിമുഖത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ മഴവിൽ മുന്നണി എന്ന ഒരു ആരോപണം ആദ്യ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിച്ചത്. പിന്നീട് ഈ വിഷയം അദ്ദേഹം നിരന്തരം വാർത്താ സമ്മേളനങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ ശക്തമായി തന്നെ സൂചിപ്പിച്ചു. മഴവിൽ സഖ്യമാണ് അവിടെ ഉള്ളത്. അതിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അതിന് കളമൊരുക്കാനുള്ള തുടർന്നും അത്തരം നീക്കങ്ങൾക്കുള്ള ശ്രമമാണ് UDF നടത്തുന്നത്. അത് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വിജയവും ആ ഒരു സഖ്യത്തിന്റെ ഇവരെ സംസ്ഥാന സെക്രട്ടറി വരുന്ന അഭിപ്രായം വർഗീയ കാർഡ് അവിടെ ജമാഅത്തെ ഇസ്ലാമി ഇറക്കി. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടായി. BJP സ്ഥാനാർത്ഥി തന്നെ BJP വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് നൽകി എന്ന് പറഞ്ഞിരുന്നു. അത്തരം രണ്ട് വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടാണ് ആര്യാടൻ വിജയിച്ചത്. ഇടതുമുന്നണി രാഷ്ട്രീയ അടിത്തറ അവിടെ തകർന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞു. ഒരു ഭരണവിരുദ്ധ വികാരം പ്രത്യക്ഷത്തിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നും CPM കണക്കുകൂട്ടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൂട്ടുന്നത് UDFന്റെ ഈ വർഗീയ ശക്തികളുമായുള്ള UDFന്റെ കൂട്ടുകെട്ട് തന്നെയാണ് അവിടെ വലിയൊരു വിജയത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനത്ത് പോകാൻ കാരണമെന്ന് തന്നെയാണ് CPMന്റെ വിലയിരുത്തൽ. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിലാണ് തിരുത്തേണ്ടത് തിരുത്തും എന്നൊരു വാചകം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോഴും കണക്കുകൾ നിരത്തി ഭരണവിരുദ്ധ വികാരമല്ല, നഷ്ടമുണ്ടായിട്ടുള്ളത് UDFനാണ് എന്ന് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമാക്കുന്നതിനെതിരെ ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകി. ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും സർക്കാർ പരിപാടികളിൽ ഇത് പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തിയുമാണ് കത്ത് നൽകിയത്. മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് മുഖ്യമന്ത്രി കത്ത് നൽകിയത്. VV അരുൺ, ഒരിക്കൽ കൂടി അരുൺ, ഇങ്ങനെ ഒരു കത്ത് നൽകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി ഇങ്ങനെ ഒരു കത്ത് നൽകിയ സാഹചര്യത്തിൽ രാജ്ഭവൻ അത് അംഗീകരിക്കണമെന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഇന്നലെ രാത്രി വൈകിയാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് കത്ത് രാജ്ഭവൻ ഗവർണറുടെ ഓഫീസിൽ എത്തിച്ചത്. അതിൽ എന്തുകൊണ്ട് ഇത്തരമൊരു വിവാദം, മന്ത്രിമാർ എന്തുകൊണ്ട് ഈ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു, അതിനുള്ള സാഹചര്യം എന്ത് എന്ന് വളരെ വ്യക്തമായി തന്നെ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാർ പരിപാടികളിൽ വരേണ്ടത് രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിച്ച ദേശീയ ചിഹ്നങ്ങളാണ്. ഇന്ത്യയുടെ സുവർണ്ണ പതാകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് ദേശീയ ചിഹ്നങ്ങളുമുണ്ട്. അതാണ് സർക്കാർ പരിപാടികളിൽ വരേണ്ടത്. കേരള സർക്കാർ പരിപാടിയാകുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ മുദ്രകളും അതിന്റെ ഭാഗമാകും. അതിനപ്പുറത്തേക്ക് ഉള്ള ചിഹ്നങ്ങൾ സർക്കാർ പരിപാടി, ഔദ്യോഗിക പരിപാടിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. മന്ത്രിമാരുടെ സന്ദർശനവും അവർ ആ പരിപാടി ബഹിഷ്കരിക്കാനുണ്ടായ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വിശദമായ മുഖ്യമന്ത്രിയുടെ കത്ത് ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ട്, ഭരണഘടനയിലെ പ്രസക്ത ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഗവർണർക്ക് മുഖ്യമന്ത്രി കത്ത് നൽകുകയായിരുന്നു. മതേതരം ഭാരതത്തിന്റെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാജ്യത്തിന്റെ ഏറ്റവും വ്യക്തമായ സന്ദേശം, ലോകത്ത് നൽകുന്ന സന്ദേശം കൂടിയാണ് മതേതരത്വം. ആ മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന, മതേതരത്തെ ലംഘിക്കുന്ന സംഘടനകളുടെ ചിഹ്നങ്ങൾ ഇതിൽ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഈ കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. RSS പരാമർശം അതിലില്ല. പകരം ഇത്തരത്തിൽ മതേതരത്തെ വെല്ലുവിളിക്കുന്ന സംഘടനകളുടെ അടയാളങ്ങളോ ചിഹ്നങ്ങളോ അതിലുണ്ടാകാൻ പാടില്ലെന്ന ഒരു നിർദ്ദേശം കൂടി മുഖ്യമന്ത്രിയുടെ കത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ കത്തിന് രാജ്ഭവൻ വൈകാതെ മറുപടി
നൽകും. കത്ത് ഇന്ന് ഒരുപക്ഷെ ഇന്ന് തന്നെ രാജ്ഭവൻ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയേക്കും. എന്തുകൊണ്ടാണ് അത്തരം ഒരു വിവാദം ഉണ്ടായത് വിശദമാക്കുന്ന കത്ത് രാജ്ഭവനിൽ നിന്നും നൽകും. ഇന്നലെ തന്നെ ഗവർണർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ തന്റെ ആശയങ്ങളിലോ തന്റെ നിലപാടുകളിലോ വിട്ടുവീഴ്ച ഉണ്ടാകില്ല, ഏറ്റുമുട്ടലില്ല എന്ന് പറയുന്നത് ഇത്തരത്തിൽ കീഴടങ്ങലാണെന്നോ അല്ലെങ്കിൽ ഒത്തുതീർപ്പാണോ എന്ന കരുതലെന്ന മുന്നറിയിപ്പ് ഇന്നലെ ഗവർണർ നൽകിയിരുന്നു. അത് ഇന്ന് ഔദ്യോഗികമായി തന്നെ ഗവർണർ സർക്കാരിനെ മുഖ്യമന്ത്രിയുടെ കത്തിനെ മറുപടിയായി തന്നെ അറിയിക്കുകയും ചെയ്യും. ശരി, വി വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. റെയിൽവേ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് ഫീസ് കുത്തനെ ഉയർത്തിയതിനെതിരെ പ്രതിഷേധവുമായി യാത്രക്കാർ. ഇരുചക്ര വാഹനങ്ങൾക്ക് മാസം 200 രൂപയിൽ നിന്ന് 600 രൂപയായാണ് ഉയർത്തിയത്. ഒരു മാസം സീസൺ ടിക്കറ്റ് എടുക്കുന്നതിന്റെ ഇരട്ടിയാണ് പാർക്കിങ്ങിന് പൈസ ഈടാക്കുന്നതെന്നാണ് പരാതി. വിഷയത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി ഇടപെട്ടു. പഴയ നിരക്കിന്റെ കരാർ നിലനിൽക്കെയാണ് ഫീസ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചതെന്നാണ് യാത്രക്കാരുടെ പരാതി. ഇരുചക്ര വാഹനങ്ങൾക്ക് മാസം 200 രൂപ എന്നത് 600 രൂപയാക്കി. സൈക്കിളിന് മാസം 200 രൂപ. 4 ചക്ര വാഹനങ്ങൾക്ക് ആദ്യ 2 മണിക്കൂറിൽ 30ഉം 3 ദിവസത്തിൽ കൂടുതൽ 600 രൂപയുമായി. 96 മണിക്കൂറിൽ കൂടിയാൽ ഒരു ദിവസത്തേക്ക് 200 രൂപ അധികം നൽകണം. 8 മണിക്കൂറെങ്കിലും പാർക്ക് ചെയ്യേണ്ടവർക്ക് പലയിടങ്ങളിലും സീസൺ കാർഡ് നൽകുന്നുള്ളൂ. 4 ചക്ര വാഹനങ്ങൾക്കാകട്ടെ മാസപ്പാസ് അനുവദിക്കുന്നതുമില്ല. ഒരു മാസം സീസൺ ടിക്കറ്റ് എടുക്കുന്നതിനേക്കാളും ഇരട്ടി തുകയാണ് പാർക്കിങ്ങിന് ഈടാക്കുന്നതെന്നാണ് യാത്രക്കാരുടെ പരാതി. കഴിഞ്ഞ മാസം വരെയും നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ തന്നെ വണ്ടി വെച്ച് നമ്മൾ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവർ ഈ പ്രാവശ്യം 600 രൂപ വെച്ചിട്ട് ആക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അത് നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പം പുറത്ത് പല പല ഏരിയകളിലേക്ക് ഞങ്ങൾ വെച്ചാണ് ഞങ്ങളിപ്പോൾ അത് ഡെയിലി വരുന്ന ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് 2 നേരം ഈ പോലെ പൈസ കൊടുത്തിട്ട് ഇരട്ടി പൈസ ആയല്ലോ. 300 എന്നുള്ളത് 600ലേക്കൊക്കെ ആയി. അതൊരു ചെറിയ വർധനമാണെങ്കിൽ നമുക്കത് താങ്ങാൻ പറ്റും. ഇതിപ്പോൾ 2 നേരം അത്രയും പൈസ കൊടുത്തിട്ട് ഞങ്ങളുടെ സീസൺ തുകയേക്കാൾ കൂടുതലാണ് ഈ പൈസ വരുന്നത്. അത് ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. പാർക്കിങ്ങിനായി ഉയർന്ന തുക നൽകുന്നുണ്ടെങ്കിലും വാഹനം സൂക്ഷിക്കാൻ പ്രത്യേക സൗകര്യമോ CCTV സംവിധാനങ്ങളോ ഇല്ലെന്ന പരാതിയും ശക്തമാണ്. വൃത്തിഹീനമായ ഇടങ്ങളിൽ ഉടമസ്ഥർ സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കും, ഒരു മേൽക്കൂര ഫെസിലിറ്റിയോ ഒന്നുമില്ല, ഒരു CCTV സംവിധാനം ഒന്നുമില്ല. ഇവിടുന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയാൽ പോലും ഇവർക്ക് ഉത്തരവാദിത്വമില്ല ആസ് പെർ ഇവരുടെ ഇത് പ്രകാരം. കാരണം ഒരു വണ്ടിക്ക് പെട്രോൾ ഊറ്റുന്നത് നിത്യ സംഭവമാണ്. ആ പെട്രോൾ ഊറ്റുമ്പോൾ 150 രൂപ പെട്രോൾ മാത്രമല്ല പോകുന്നത്, ആ വണ്ടിയുടെ മെയിൻ്റനൻസ്, ആ വണ്ടിയുടെ ട്യൂബ്, അതൊരു ടെക്നീഷ്യൻ്റെ പൈസ, അതെല്ലാം നഷ്ടപ്പെടുകയാണ്. അതുകൂടാതെ ഈ ഇതിനകത്ത് വെക്കുന്നതിനകത്ത് യാതൊരുവിധ സുരക്ഷയില്ല. അവരാകെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറയുന്നത്, നിങ്ങൾ വണ്ടി നഷ്ടപ്പെട്ടാൽ നിങ്ങളത് കേസ് കൊടുത്താൽ പോലീസ് ഒരു FIR ഇടും, അതിനകത്ത് ഞങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് പേപ്പർ ഒപ്പിട്ട് തരും. വിഷയം അടിയന്തരമായി കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP അറിയിച്ചു. നിരക്ക് വർധന പുനഃപരിശോധിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. വിവരങ്ങളുമായ ആജ്ഞ രവീന്ദ്രൻ. ആജ്ഞ, ഒരൊറ്റ വാചകത്തിൽ അതിന്റെ മുഴുവൻ പ്രശ്നങ്ങളുമുണ്ട്. അതായത് സീസൺ ടിക്കറ്റ് എടുക്കുന്നതിന്റെ ഇരട്ടി പൈസയ്ക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടി വരുന്ന ഗതികേട് ഈ സ്ഥിരം യാത്രക്കാരെ സംബന്ധിച്ച് ഒരുപാട് പേർ സ്ഥിരമായി സീസൺ ടിക്കറ്റ് എടുത്തൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവച്ച് പോകുന്നവരുണ്ട്. അവരെ മുഴുവൻ വലിയ രീതിയിൽ ബാധിക്കുകയാണ്. ഈ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷനൊക്കെ ഈ വിഷയത്തിൽ ഏത് തരത്തിലാണ് ഇടപെടാൻ ആലോചിക്കുന്നത്? ഇങ്ങനെ കുത്തനെ ഈ നിരക്ക് കൂട്ടിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വരാനുള്ള ഒരു സാഹചര്യം എന്താണ്? ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര റെയിൽ മന്ത്രി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിൽ MP വിഷയത്തിൽ ഇടപെട്ടിട്ടുമുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നായാലും യാത്രക്കാരുടെ ഭാഗത്തു നിന്നായാലും വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഒരു മാസം 200 രൂപയായിരുന്നു നേരത്തെ ഇരുചക്ര വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീ. ഇപ്പോൾ അത് 600 രൂപയായിട്ട് ഉയർത്തി എന്നുള്ളത് ഇരട്ടിയിലധികം 3 ഇരട്ടിയോളം തുകയായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് ചില ആളുകൾ, അതായത് ഇപ്പോൾ ഓഫീസ് ഡ്യൂട്ടിക്ക് വരുന്ന ആളുകൾ, അവർക്ക് വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലെത്താനും താൽക്കാലത്തേക്ക് ഒരു വാഹനം കണ്ടെത്തുകയോ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓഫീസിലെത്താനും ചിലപ്പോൾ ഈ രണ്ടിടത്തും പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. അതായത് 1200 രൂപ ഒരു മാസം പാർക്കിംഗ് ഫീ ആയി തന്നെ കാണാം. അത് സൈക്കിളിനും 200 രൂപയാണ് ഒരു മാസത്തേക്കുള്ള. അത് ചെറിയ യാത്രാ സൗകര്യം, അതായത് ചെറിയ ചെലവ് കുറഞ്ഞ യാത്രാ സൗകര്യം തേടാമെന്ന് വിചാരിച്ചാലും അതും ഇത്തരത്തിൽ വലിയ തിരിച്ചടിയായിരിക്കും
ആയിരിക്കുകയാണ് യാത്രക്കാർക്ക്. ഇത് പാർക്കിംഗ് ഫീ ഉയർത്തിയത് മാത്രമല്ല, നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, അത് 96 hours ആയാൽ 200 രൂപയിലധികം പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടി വരും. ഡെയിലി പാർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട്, അതായത് 2 മണിക്കൂറത്തേക്ക് സൈക്കിളിന് 5 രൂപയും 2 വീലറിന് 10 രൂപയുമാണ്. അത് 8 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് 2 വീലറിൻ്റെ റേറ്റ് 20 രൂപയും സൈക്കിളിൻ്റെ റേറ്റ് 10 രൂപയുമാകും. അത് 24 hours ആകുമ്പോൾ അത് സൈക്കിളിൻ്റെ റേറ്റ് 10 രൂപയിൽ നിന്ന് 30 രൂപയിലേക്ക്. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ സാധാരണ റേറ്റിലേക്ക് മാറുമെങ്കിലും പക്ഷെ അത് 48 hours അല്ലെങ്കിൽ 72 hours ആകുമ്പോൾ അത് 60ഉം 110ഉം ആകുന്നു. പിന്നീട് മണിക്കൂറിനനുസരിച്ച് പൈസ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 4 വീലറിന് ഈ പാർക്കിംഗ് അലൗഡ് അല്ല, അതായത് മന്ത്ലി പാസ് അലൗഡ് അല്ല. അപ്പോൾ അവർ ഡെയിലി ബേസിസിൽ പാർക്ക് ചെയ്യേണ്ടുന്ന സാഹചര്യം ഇവർക്ക് 4 വീലറിന് ഉണ്ടാകുന്നുണ്ട്. അത് മണിക്കൂറിന് 30 രൂപയും അത് കടന്നാൽ 50 രൂപയും, അതായത് 600 രൂപ വരെ 72 hours to 96 hours 600 രൂപ വരെയും ഒരു 3 ദിവസത്തേക്ക് കണക്കാക്കി പാർക്കിംഗ് ഫീ കൊടുക്കേണ്ടുന്ന സാഹചര്യമാണ് 4 വീലർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക്. നമുക്കിവിടെ വേറൊരു സാഹചര്യം കാണാനുള്ളത്, ഈ പാർക്കിംഗ് ഫീ ഒക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ മെട്രോ റെയിലിൻ്റെ താഴ്വശത്തുള്ള ഭാഗമാണ്. അതായത് സ്വന്തം റിസ്കിൽ തന്നെയാണ് ആളുകൾ വണ്ടി പാർക്ക് ചെയ്ത് പോകുന്നത്. അതിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായാലോ അതല്ലെങ്കിൽ മറ്റു CCTV ദൃശ്യങ്ങളൊന്നും ഇത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ CCTV വെച്ചിട്ടില്ല, അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായാലും അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും പാസഞ്ചേഴ്സ് തന്നെ ഏറ്റെടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും FIR വരികയാണെങ്കിൽ നവമി റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ അത് ഇവരുടെ ഭാഗത്തുനിന്നും ഇൻഷുറൻസ് ഉള്ളത് അല്ലെങ്കിൽ ഇൻഷുറൻസ് നേടാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ കാണുന്നല്ലോ, എനിക്ക് പിന്നായി കാണുന്നല്ലോ, മെട്രോയുടെ താഴെയുള്ള ഇടത്താണ് ആളുകൾ വണ്ടി പാർക്ക് ചെയ്ത് പോയിരിക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ മേൽക്കൂരി ഉണ്ടാക്കുമോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. മഴ നനയണമെങ്കിൽ വണ്ടി മഴ നനയും, അതല്ലെങ്കിൽ വെയിൽ കൊള്ളണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ആ തരത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുണ്ടാകുന്ന തരത്തിൽ തന്നെയാണ്. ഇനി എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം പാസഞ്ചറിൻ്റെ ഉത്തരവാദിത്തത്തിൽ, യാത്രക്കാരൻ്റെ ഉത്തരവാദിത്തത്തിൽ തന്നെ അത് ഏറ്റെടുക്കണം എന്നുള്ള നിലപാടാണ് ഉള്ളത്. അതായത് ഒരു സംവിധാനങ്ങളും ഒരുക്കാതെ ഫീ വാങ്ങുകയും അതും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരിടത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കുകയും അതിന് ഫീ വാങ്ങുകയും ചെയ്യുന്നത്, അത് സാധാരണ ആളുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ചും പേ ചെയ്യാതെ തന്നെ പാർക്ക് ചെയ്ത് പോകാവുന്ന സംവിധാനം ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ ഈ സ്ഥലം ഇവർ അക്വയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നടവഴികളൊക്കെ ഈ പാർക്കിംഗ് ഫീ കൊടുക്കാതെ തരത്തിൽ പാർക്ക് ചെയ്ത് പോകുന്ന തരത്തിലേക്ക് ആളുകൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നടപ്പാതകളിലൊക്കെ വണ്ടികളാണ്. മെട്രോയുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ അങ്ങേയറ്റം വൃത്തിഹീനമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് യാത്രക്കാർക്ക്, അതായത് കാൽനടക്കാർക്ക് മര്യാദയ്ക്ക് നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഈ 2 വീലേഴ്സ് ഇങ്ങനെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് വഴികളിലൊക്കെ വെച്ചിരിക്കുന്ന സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഒരു സംവിധാനവും ഒരുക്കിയിട്ടില്ലെന്ന് എനിക്ക് പിന്നിലായിട്ട് കാണുന്ന ഈ മേൽക്കൂരയുള്ള ഒരിടമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവിടെ വെള്ളക്കെട്ടാണ്, ഇപ്പോൾ പെയ്ത മഴയിൽ ആണ് ഇത്. അതായത് എന്ത് സംവിധാനങ്ങളാണ്, എന്ത് സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ പാർക്ക് ചെയ്യുമ്പോൾ വാഹനങ്ങൾക്കുള്ളത്? വാഹനങ്ങളിൽ വെള്ളം കയറാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ കേടുപാടുകൾ ഉണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് കാണുന്നത്. എന്തായാലും പാർക്കിംഗ് ഫീ ഉയർത്തിയതിനെതിരെ വലിയ പ്രതിഷേധമാണ് പാസഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ചും അവരുടെ ഒരു അഫോർഡബിൾ അല്ലാത്ത ഒരു റേറ്റിലേക്ക് പാർക്കിംഗ് ഫീ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. ഈ പറഞ്ഞതുപോലെ രണ്ടിടത്ത് പാർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അത് വലിയ ഇരുട്ടടി പോലെ വേണം. കാരണം 1200 രൂപ ഒരു മാസം അവർ പാർക്കിംഗ് ഫീ ആയി തന്നെ കണ്ടെത്തണം. അത് തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേയോട് റെയിൽവേ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്ര കുത്തനെ പാർക്കിംഗ് ഫീ ഉയർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത് എന്നുള്ള കാര്യം ആരാഞ്ഞിട്ടുണ്ട്. കൊടിക്കുന്നിൽ MP കേന്ദ്ര റെയിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും ഇതുമായി സംബന്ധിച്ച് പാസഞ്ചേഴ്സിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്നത്, പ്രത്യേകിച്ചും സീസൺ ടിക്കറ്റിനേക്കാൾ വലിയ ചാർജ് ഒരു മാസം പാർക്കിങ്ങിന് വേണ്ടി മാത്രം കൊടുക്കുന്നു. 2 വീലേഴ്സിനും സൈക്കിളിനും മാത്രം മന്ത്ലി പാസ് അനുവദിക്കുന്നു. അതും 3 ദിവസം കണ്ടിന്യൂസ് പാർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം മന്ത്ലി പാസ് അനുവദിക്കുന്നു. ഇതൊക്കെ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ, അതായത് മന്ത്ലി പാസ് അനുവദിക്കുന്നത്? മന്ത്ലി പാസ് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ മന്ത്ലി പാസ് അനുവദിക്കുന്നുള്ളൂ. അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ് യാത്രക്കാരെ സംബന്ധിച്ച്. മഴയായതുകൊണ്ട് ഒരു സൗകര്യവും ഇല്ലെങ്കിൽ എന്താ പൈസ കൂട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ
കേരളത്തിൽ റെയിൽവേ പാർക്കിംഗ് ഫീസ് കുത്തനെ ഉയർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചിയിലെ സ്ഥിതി അവിടെ അല്ലെങ്കിൽ തന്നെ ആ റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ കുത്തനെ ചാർജ് കൂട്ടി പാർക്കിംഗ് ഒരു സൗകര്യവുമില്ലാതെ വെള്ളം കയറുന്ന വെള്ളക്കെട്ടുള്ള ഭാഗത്ത് പാർക്കിങ്ങിന് സൗകര്യമൊരുക്കുകയും ആളുകൾ വണ്ടികളെല്ലാം കൊണ്ടുവന്ന് റോഡിലിടുകയും ചെയ്യുന്ന, അങ്ങനെ ചുരുക്കത്തിൽ ആ ഭാഗത്തേക്ക് പെട്ടെന്നൊന്നും അടുക്കാൻ പറ്റാത്ത തരത്തിൽ റോഡിലെത്തിയാലും സ്റ്റേഷനിലേക്ക് കയറാമെന്ന് ആരും പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ട. അതൊക്കെ കണക്കാക്കി നേരത്തെ തന്നെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഈ വിഷയത്തിൽ MP ഒക്കെ ഇടപെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഒരു യാത്രക്കാർക്ക് അനുകൂലമായ, യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലൊരു തീരുമാനം റെയിൽവേയുടെ ഭാഗത്തുനിന്ന്, തീരുമാനത്തിൽ ഒരു പുനഃപരിശോധന ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്ത നൽകിയത്. പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം CBIക്ക് വിടണമെന്ന തട്ടിപ്പിന് ഇരയായവർ 5 മാസമായിട്ടും നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്നും രാഷ്ട്രീയക്കാർക്ക് അടക്കം തട്ടിപ്പിൽ പങ്കുണ്ടെന്നുമാണ് ഇവരുടെ ആരോപണം. തട്ടിപ്പിൽ വ്യക്തമായ തെളിവുണ്ടായിട്ടും ഇരയായവരുടെ മൊഴിയെടുക്കുക മാത്രമാണ് ചെയ്തത്. കേസിൽ ഇതുവരെ സമഗ്ര അന്വേഷണം നടന്നിട്ടില്ല. 1.5 ലക്ഷത്തിലധികം വനിതകളുടെ പണം നഷ്ടമായിട്ടുണ്ട്. സമൂഹത്തിലെ പ്രമുഖരെ മുൻനിർത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. 5 മാസം കഴിഞ്ഞിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഈ പാതിവില തട്ടിപ്പ് എന്ന് പറയുന്നത്. കേരളത്തിൽ മൊത്തമായിട്ട് 62 സീഡ് സൊസൈറ്റികളും 14 ജില്ലകളും വഴി ഒരു 2 ലക്ഷത്തിപ്പരം ആളുകളുടെ പൈസയാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ പൈസ നഷ്ടപ്പെട്ട് ആളുകൾ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്നുള്ളത്. പലതവണയും നമ്മൾ ഇതുപോലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നമ്മൾ മൊഴിയെടുക്കാൻ നമ്മുടെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സാർമാരോട് ഞങ്ങൾ ഇത് പറഞ്ഞു, ഞങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയ പ്രമുഖരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പേരൊന്നും ഞങ്ങളോട് പറയണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് എവിടുന്ന് നീതി കിട്ടും? ഞങ്ങൾക്ക് അന്വേഷണത്തിൽ ഇനിയും പുരോഗതി ഉണ്ടായില്ലെങ്കിൽ പ്രതികളുടെ വീടുകളിലേക്കും അന്വേഷണ ഏജൻസി ഓഫീസുകളിലേക്കും തട്ടിപ്പ് പണം സ്വീകരിച്ച ബാങ്ക് ശാഖകളിലേക്കും മാർച്ച് നടത്താനാണ് ഇരയായവരുടെ തീരുമാനം. സെക്രട്ടേറിയറ്റിലേക്കടക്കം പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നും ഇരകളായവർ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. വളരെ പ്രതീക്ഷയോടെ നമ്മൾ ഒരു ചരിത്ര നിമിഷത്തിന് കാത്തിരിക്കുന്നുണ്ട്. ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആ മനോഹരമായ നിമിഷത്തിനായി. അതോടുകൂടി ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ഇന്ത്യക്കാരൻ എന്ന ബഹുമതി കൂടി ശുഭാംശു ശുക്ല സ്വന്തമാക്കും. ആ ബഹിരാകാശ യാത്ര തുടരുകയാണ്. ഇന്ന് 4:30 ബഹിരാകാശത്ത് ഈ പേടകം ഡോക്കിംഗ് നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 7 എണ്ണം ഉൾപ്പെടെ 60 പരീക്ഷണങ്ങൾ ഈ സംഘം അവിടെ നടത്തും. അതിൽ 7 എണ്ണം ശുഭാംശു ശുക്ലയായിരിക്കും നടത്തുക. 14 ദിവസമാണ് ഇവർ ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കുക. ഒരു സ്പെഷ്യൽ ഡേ വിഷസിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോവാം. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ബാലരാമപുരം ഐത്തിയൂരിലെ ഷാബികയ്ക്ക് ആശംസകൾ നേരുകയാണ് നക്ഷത്രയും ഋതിക്കും. ഞങ്ങളുടെ സഹപ്രവർത്തകൻ രതീഷസിന്റെ ഭാര്യയാണ് ഷാബിക. അപ്പോൾ രതീഷിന്റെ വിഷയില്ലേ എന്നാണ് ഒരു സംശയം. രതീഷിനും കൂടി വേണ്ടി ഞങ്ങൾ എല്ലാവരും ഷാബികയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. തൽക്കാലം നമ്മൾ ഈ വാർത്തകളിൽ നിന്നൊക്കെ ഒരു ഇടവേളയെടുക്കുന്നു. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാം. പോലീസ് പെട്രോളുമായി ടോം കുര്യാക്കോസ്.